ഒരു മഹല്ല് വലിയൊരു സംഗമം ചേർക്കുക, അതൊരു ഞായറാഴ്ചയാവുക, ഞായറാഴ്ചയിൽ മറ്റ് പരിപാടികളൊന്നും ആ മഹല്ലിൽ വെക്കാതിരിക്കുക, എന്നിട്ട് മഹല്ലിലെ എല്ലാ ആളുകളും അതിൽ ഒരുമിച്ച് കൂടുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കിനാവ് പോലെ നടക്കുന്ന ഒരു കാര്യമാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് നല്ല സംതൃപ്തമായ കുടുംബം എങ്ങനെ ചിട്ടപ്പെടുത്താം എന്നതാണ്. ആധുനിക കാലഘട്ടത്തിലെ കുടുംബത്തെ എങ്ങനെയാണ് വാർത്തെടുക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വിഷയം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വിദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇവിടെയുള്ളവരുണ്ട്. ഈ വീഡിയോയിലൂടെ അവരത് ചിലപ്പോൾ കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാകും. ഒരു മഹല്ല്, ഈ മഹല്ല് എന്ന് പറയുന്ന പ്രയോഗം ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ച് പറയാം. മഹൗൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ് അർത്ഥം. മഹൗൽ ഉറുദുവിലും പേർഷ്യനിലും എല്ലാ ഭാഷകളിലും പറയാറുള്ള അന്തരീക്ഷത്തിന്റെ പേരാണ് മഹൗൽ. ആപ്കി മാഹൗൽ മേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ എന്നാണ് അർത്ഥം. ആ മഹൗൽ എന്ന സാധനമാണ് ലോപിച്ച് മഹല്ല് എന്നുണ്ടായത് എന്നാണ് ഞാൻ ആർട്ടിക്കിളിൽ വായിച്ചു മനസ്സിലാക്കുന്നത്. മഹല്ല് എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയുണ്ടായി? അന്തരീക്ഷം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അല്ലാതെ ഒരു പള്ളിയുടെ, ഒരു മദ്രസയുടെ മാത്രം കാര്യമല്ല മഹല്ല്. ആ പള്ളിയും ആ മദ്രസയും ഇതിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കണമെന്നതാണ് മഹല്ല്. അല്ലാതെ മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു പള്ളി കൊണ്ട് നടക്കുക, ഒരു മദ്രസ കൊണ്ട് നടക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ നടക്കുക, അതല്ല മഹല്ല്. ആ പള്ളിയെ ബേസ് ചെയ്തുകൊണ്ട് അത് ഇബാദത്തിന്റെ കേന്ദ്രമാണ്, അത് ദഅവത്തിന്റെ കേന്ദ്രമാണ്, അത് ഖിദ്മത്തിന്റെ കേന്ദ്രമാണ്, അത് തഅലീമിന്റെ കേന്ദ്രമാണ്. 4 കേന്ദ്രങ്ങളാണ് നമുക്കുള്ളത്. ഒന്നും കൂടി പറയാം. മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനെ നമ്മൾ ചെലവഴിക്കേണ്ടത് ഈ 4 മേഖലയിലാണ്. എപ്പോഴും നമ്മുടെ ടൈം അതിൽ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതം ഏതിലാണുള്ളത് എന്ന്. ഇതിനെക്കുറിച്ച് അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ ചെലവഴിക്കേണ്ടുന്ന 4 മേഖലകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ ആപ്തവാക്യം. അതിലൊന്നാമത് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് ദഅവത്താണ്. ദഅവത്തിനു മീതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഒരു മുസൽമാന്റെ ജീവിതം 4 മേഖലയിലേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് ലോക പണ്ഡിതന്മാർ കൊടുത്ത ആദ്യത്തെ റേഞ്ച്, ആദ്യത്തെ ഏറ്റവും ഉയർന്നത് അത് ദഅവത്താണ്, പ്രബോധകനാവുക എന്നത്. ഒരാൾ ദാഇയായി തീരുക എന്നത് അത്രമാത്രം എളുപ്പമുള്ള കാര്യമല്ല. തന്നെയുമല്ല, ആലിമീങ്ങൾക്കും ദാഇകൾക്കും 2 രീതിയിലുള്ള ക്രൈറ്റീരിയ തന്നെ ഉലമാക്കൾ നിഷ്പക്ഷമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വളരെ കണിശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു ദാഇക്ക് കള്ള് ഷാപ്പിന്റെ അരികിൽ നിൽക്കൽ അനുവദനീയമാണ്. കാരണം കള്ള് ഷാപ്പിലേക്ക് പോകുന്നവരെയും ദഅവത്ത് ചെയ്ത് ശരിപ്പെടുത്തേണ്ടെന്ന ഉത്തരവാദിത്തം ഒരു ദാഇക്കുണ്ട്. എന്നാൽ ഒരു ആലിമിന് അവിടെ പോയി നിൽക്കാനുള്ള ഉത്തരവാദിത്തമില്ല. കാരണം ആ ആലിം ദാഇ കൂടിയാകുമ്പോൾ അവിടെ നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സംശയത്തിന് എന്താകും, അടിസ്ഥാനമായിട്ട് അത് മാറും. ഒരു ദാഇ അതാണ്, എല്ലായിടത്ത് പോയാലും ദഅവത്തായിരിക്കും അയാൾ ചെയ്യുക. എപിജെ അബ്ദുൽ കലാം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് പരുന്തുകളെ ചിലപ്പോൾ കാക്കകൾ കൊത്തിയെന്നിരിക്കും. ആ സമയത്ത് അത് കുടുംബത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കുടുംബത്തില് നമ്മൾ ഓരോരുത്തരും ഉയർന്ന രീതിയിൽ ചിന്തിക്കണം. അല്ലാതെ താഴ്ന്ന രീതിയിലായി എന്തെങ്കിലും വക്കാണത്തിൽ നമ്മൾ ഉണ്ടാകരുത്. ചിലപ്പോഴൊക്കെ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കാവൂ. ഈ പരുന്തിന്റെ പ്രകൃതം അത് ഉയരത്തിൽ പറക്കുക എന്നതാണ്. ആ ഉയരത്തിൽ പറക്കുന്ന പരുന്തിനെ ഇടക്ക് താഴോട്ട് വരുന്ന സമയത്ത് കാക്കകളൊന്ന് കൊത്താൻ ശ്രമിക്കും. താഴോട്ട് വരുമ്പോ, അഥവാ എന്ന് പറഞ്ഞാൽ മുസൽമാൻ താഴോട്ട് വരുമ്പോ ചിലപ്പോ താഴത്തുള്ള മറ്റ് ആളുകൾ ഒന്ന് കൊത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അവരോട് കൊത്താൻ നിൽക്കാതെ നേരെ മുകളിലേക്ക് പറക്കണം. അപ്പൊ കാക്ക പിന്നെയും ഉയർന്നു വന്ന് കൊത്താൻ ശ്രമിക്കും. അപ്പൊ പിന്നെയും നമ്മൾ ഉയർന്നു പറക്കണം, തിരിച്ചു കൊത്താൻ ശ്രമിക്കരുത്. പിന്നെയും കാക്കകൾ വന്നിട്ട് കൊത്താൻ ശ്രമിക്കും, പിന്നെയും പരുന്ത് മുകളിലേക്ക് പറക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മോശമായ താഴ്ന്ന രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാകരുത്. നമ്മൾ പറന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ മുകളിലേക്ക് കയറി പറക്കണം. ഒരിക്കലും അവരോട് വക്കാണം അടിക്കാൻ നിൽക്കരുത്. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു, എല്ലാവരെയും നമ്മൾ മാനിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആരോടും തർക്കങ്ങളില്ല, ആരോടും വിതർക്കങ്ങളില്ല. നമ്മളൊന്ന് ഉയർന്ന് പറക്കുക. അവസാനം കൊത്തുന്ന കാക്കകൾക്ക് ഉയരത്തിലേക്ക് പറക്കാൻ കഴിയാതെ വരും. കാരണം അതിനേക്കാൾ 100 ഇരട്ടി ശക്തമായി പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിയുടെ പേരാണ് പരുന്ത്
എന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ പോകല. വേറെയുള്ള ചിന്താഗതികൾ നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യനോടും ഒരു വെറുപ്പോ ഒരു സംശയപരമായ നോട്ടമോ ഊഹങ്ങളോ പാടില്ല. ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഊഹങ്ങൾ അതിൽ പലതും പാപങ്ങളാണ്. അവിടെ പറയുന്നത് ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ എന്ന് പറഞ്ഞിട്ട് അഥവാ അത് പാപങ്ങളാണ്. ഊഹങ്ങൾ ഊഹിച്ച് പലതും നമ്മൾ ഉണ്ടാക്കരുത്. എന്നിട്ട് പറയുന്നത് നിങ്ങൾ ജാസൂസിയത്ത് നടത്തരുത്. അഥവാ കൊത്തിവലിച്ച് ഒരാളുടെ പിന്നാലെ കൂടി അയാൾ ഇങ്ങനെ വലിച്ചു ചീന്തരുത്. വലാ തജസ്സസു വലാ യഅ്തബ് ബഅ്ദുകും ബഅ്ദ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിച്ച് സംസാരിക്കരുത്, ചീത്ത വിളിക്കരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്. എന്നിട്ട് പറയുന്ന വാക്ക് എന്താണെന്നറിയോ? വലാ യഅ്തബ് ബഅ്ദുകും ബഅ്ദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമു. നിങ്ങളുടെ സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മയ്യത്തിൽ നിന്ന് ഇറച്ചി വാരി വലിച്ചു കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫകരിഹ്തുമു, നിങ്ങൾ അതിനെ അങ്ങേയറ്റം വെറുക്കുന്നു എന്നാണ്. അഥവാ മറ്റുള്ളവരോട് ഊഹങ്ങൾ നടത്തുക, ആ ഊഹം പെരുപ്പിച്ചിട്ട് പിന്നെ പിന്നാലെ കൂടിയിട്ട് പിച്ച് ചീന്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക, അയാളെ ഇകഴ്ത്താൻ ശ്രമിക്കുക. അതിന്റെ ഉത്തരം ഒന്ന് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മയ്യത്തിനെ, ആ മയ്യത്തിന്റെ ഇറച്ചിയെ വാരി വലിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നുവോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ, ഫകരിഹ്തുമൂ, നിങ്ങൾ അതിനെ അതിശക്തമായി വെറുക്കുന്നു, അതിനെ എതിർക്കുന്നു. ഇതുപോലെയാണ് ഒരു മനുഷ്യനെ കുറിച്ച് ഇല്ലാത്ത ഊഹങ്ങളും ഇല്ലാത്ത ഊഹാപോഹങ്ങളും ഉണ്ടാക്കുക എന്ന്. അതൊരു പ്രസ്ഥാനത്തെ കുറിച്ചും അങ്ങനെ തന്നെ. നമുക്കറിയാത്ത ഒന്നിനെ കുറിച്ച് അറിയില്ല എന്ന് മാത്രമേ നമ്മൾ പറയാവൂ, അല്ലാതെ അറിയാതെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കരുത്. ഫോർ എക്സാമ്പിൾ, തസവ്വുഫിനെ കുറിച്ച് അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് നമ്മൾ പറയാവൂ, അറിയാതെ നമ്മൾ അതിനെ ക്രോസ് ചെയ്യാൻ നിൽക്കരുത്. എന്താണ് വഹ്ദത്തുൽ വുജൂദ്, എന്താണ് വഹ്ദത്തുൽ ശുഹൂദ്, എന്താണ് ഫന, എന്താണ് ബഖ, എന്താണ് ഈ പറയുന്ന ശരിയ, എന്താണ് തരീഖ, എന്താണ് ഹഖീഖ, എന്താണ് മഅരിഫ, എന്താണ് നഫ്സുൽ അമ്മാറ, നഫ്സുൽ മുൽഹിമ, എന്താണ് നഫ്സുൽ ലവ്വാമ, എന്താണ് നഫ്സുൽ മുത്മഇന്ന, എന്താണ് ഈ പറയുന്ന ജിസ്മ്, എന്താണ് ഖൽബ്, എന്താണ് റൂഹ്, എന്താണ് ഈ പറയുന്ന സിർ. ഇതൊന്നും അറിയാതെ തസവ്വുഫിനെ പറ്റി നയാ വാക്ക് പോലും നമ്മൾ പറയരുത്. അതറിയണമെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ തസവ്വുഫ് എന്ന് പറയുന്നതിന് നമുക്കൊന്ന് പിടിച്ചു കുലിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ആഴമേറിയ പഠനം നമ്മൾ പഠിക്കണം. ഇതേപോലെ തന്നെ ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും ഓരോ ആളുകളെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ആ വ്യക്തിയെ നമ്മൾ അറിയണം. അദ്ദേഹം ആരാണെന്നറിയണം, ആ പ്രസ്ഥാനം എന്തെന്നറിയണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിലും അങ്ങനെയാണ്. ഇനി ഒരു കാര്യം കേൾക്കണം, നിങ്ങൾക്ക് ഉയർന്നു പോകുന്ന എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒരുമിച്ച് കൂടുന്നവരുമാണ്. ഈ താഴേക്കരയ്ക്കും കിടന്ന് നമ്മൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാഷ്ട്രീയക്കാരെ എതിർക്കുന്നു, പക്ഷെ അവരുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ നേരത്തെ തന്നെ പോയിട്ട് കൂടുന്നു. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ ഭയങ്കര സൗഹാർദ്ദത്തിലാണ്, എല്ലാവരും സൗഹാർദ്ദത്തിലാണ്. ഉദാഹരണത്തിന് ഇവിടെ ലീഗുകാരുണ്ടാവും, മാർക്സിസ്റ്റുകാരുണ്ടാവും, അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരുടെ മഹല്ലാവുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. നമ്മൾ താഴേക്കടയിലേക്ക് കിടന്നിട്ട് അങ്ങനെ തല്ലും, പക്ഷെ അതിന്റെ മേലേക്ക് പോകുമ്പോൾ എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലായിരിക്കും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. മുഖ്യമന്ത്രിയെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചിലപ്പോൾ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് എന്തെങ്കിലും പറയും. വ്യക്തികളെ നമ്മൾ വിമർശിക്കാൻ പാടില്ല, അവരുടെ ചെയ്തികളെയാണ് വിമർശിക്കേണ്ടത്. സഹാബാക്കൾ പറയാറുണ്ട്, ഞങ്ങൾ ഒരിക്കലും മോശക്കാരനായ വ്യക്തിയെ ഞങ്ങൾ വെറുക്കില്ലായിരുന്നു, ആ മോശത്തരത്തെയായിരുന്നു ഞങ്ങൾ വെറുക്കുക. ആശി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആളുണ്ടല്ലോ, ആളെ വെറുക്കൂല. അങ്ങനെ അതിന് ഉദാഹരണം പറഞ്ഞത് എന്താ? ഒരു മാതാവ് കുട്ടിയെ എങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക, ആ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുന്ദരമായി വളർത്തി പൗഡറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പമ്പേഴ്സ് കെട്ടിക്കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാഷ്ടിക്കുക. ചെറിയ കുട്ടിയാണ്, ആകെ 2 മാസമേ ആയിട്ടുള്ളൂ. ആ 2 മാസം 3 മാസമായ ആള് ഒന്ന് മൂത്രിച്ചു, ഒന്ന് കാഷ്ടിച്ചു. അതിന്റെ പേരിൽ ഒരിക്കലും ഉമ്മ ഇങ്ങനെ എടുത്തിട്ട് ദൂരേക്ക് കുട്ടിയെ വലിച്ചെറിയില്ല. കാരണം ആ കുട്ടിയോടല്ല ദേഷ്യം, ആ കുട്ടി അപ്പിയിട്ട അപ്പിയോട് മാത്രമാണ് നമുക്കൊരു മുഷിപ്പുള്ളത്. ഇതേ രീതിയിലായിരിക്കണം നമ്മൾ ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. നമുക്കെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ഒന്നും കൂടി ഉയർന്ന രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കോൺഫിഡൻസിന് വേണ്ടി മാത്രം പറഞ്ഞോട്ടെ, ഇന്നൊരുപാട് വിദ്യാർത്ഥികൾ കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുന്നത്, ഒരുപാട് പെൺകുട്ടികൾ കൗൺസിലിങ്ങിന് വേണ്ടി അവരുടെ മാതാപിതാക്കൾ വിളിക്കുന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ? അവർക്ക് ദീനിൽ കോൺഫിഡൻസ് ഇല്ല എന്ന പേരില്ല.
നമ്മളൊരു മാഹോലിൽ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകൂല. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല, കാരണം നമ്മൾ ആ മാഹോലില്ല. നമ്മളെപ്പോഴും പള്ളിയില്, നമ്മളെപ്പോഴും ദിക്റില്, നമ്മളെപ്പോഴും അതിന്റെ ഹൽക്കകളില്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെതായ പരിപാടികളില്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ലോകം മുഴുവനും നല്ല ഉഷാറാണ്. പക്ഷെ നിങ്ങളറിയോ, നിങ്ങളുടെ ഈ ജില്ലയിൽ, എന്റെ ജില്ലയിൽ ഇഷ്ടം പോലെ ഡിങ്കോയിസത്തിന്റെ ക്ലബ് ഉണ്ട് എന്ന കാര്യം? എന്താ ഡിങ്കോയിസം? ഡിങ്കോയിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിങ്കനെ ആരാധിക്കുക എന്നുള്ളൊരു ഗ്രൂപ്പാണ്. അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. ഡിങ്കൻ ആരാധിക്കുക. ഡിങ്ക എന്ന് വിളിക്കുമ്പോൾ ഡിങ്കൻ ഓടി വരുമെന്ന പ്രത്യാശയോട് കൂടിയിട്ട് വെറുതെ കളിയാക്കിക്കൊണ്ട് പടച്ചോനെ ഡിങ്കനാക്കി മാറ്റാം. അതിന് ഡിങ്കോയിസം എന്ന പേര്. ഇതിന് എത്ര ക്ലബുകൾ ഉണ്ടെന്നറിയാം കേരളത്തിൽ? അത് അന്വേഷിച്ച് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഒന്നും നാട്ടിലൊന്നും മുക്കിലും മൂലയിലൊന്നും മയക്കുമരുന്നതൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അത് എത്തി ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരെ എത്തിയിട്ടുണ്ടാകും. ആ അവസ്ഥയിലാണ് ഇന്ന് അതിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അറിയുന്നില്ല, കാരണം നമ്മൾ മറ്റൊരു മാഹോലിലാണ്. ഉദാഹരണത്തിന് പറമ്പ് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ബ്രോക്കർമാരായ ആൾക്കാരോ അല്ലെങ്കിൽ നല്ല ഡീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ കൂട്ടത്തിൽ തന്നെ ആകുമ്പോൾ അവർക്ക് അതിന്റെ വിവരങ്ങളേ ഉണ്ടാവുള്ളൂ. ആ ആധാരം കേടാണോ, ഈ പറമ്പ് എങ്ങനെ, അവരിങ്ങനെ പോകുമ്പോ പറമ്പേ നോക്കുള്ളൂ. നല്ല ഷേപ്പുള്ള പറമ്പ് എവിടെയാണ്, തെങ്ങുംതോപ്പ് എവിടെയാണ്, ബിൽഡിംഗ് കയറ്റാൻ പറ്റിയത് എവിടെയാണ്, അതെവിടെയാണ്, ഇതെവിടെയാണ്. കാരണം അവരുടെ മനസ്സിലേക്ക് അതേ കയറി വരുള്ളൂ. ഓരോ മനുഷ്യനും അവനവന്റെ കണ്ണട വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾ റിയൽ എസ്റ്റേറ്റിന്റെ കണ്ണടയാണ്. ചില ആളുകൾ ഇങ്ങനെ നോക്കുമ്പോ ജ്വല്ലറിക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ പെണ്ണിനിങ്ങനെ നോക്കും, ഓളമേത്ത് വളയില്ലല്ലോ, ഓളമേത്ത് ചെയിനില്ലല്ലോ, അതെന്താ അവൾ എടുക്കാത്തത്. അങ്ങനെ ഓരോരുത്തരും നോക്കൽ ഓരോ കാര്യത്തിലായിരിക്കും. അല്ലെങ്കിൽ ഒരു പാർട്ടി ജ്വല്ലറിയിലേക്ക് കയറി വരുമ്പോ ഇയാൾ പൈസക്കാരനാണോ അല്ലയോ, അയാൾ ബേജാറിലാണോ അല്ലയോ, ഇതൊക്കെ ആയിരിക്കും ഇയാളുടെ ചിന്ത ഉണ്ടാവും. ഓരോ മേഖലയിലെ ആളുകളും ആ മേഖലയിൽ ഉണ്ടാവുക. അതുകൊണ്ട് പൊതുധാരയെ കുറിച്ചിട്ട് ചിലപ്പോൾ വേണ്ട രീതിയിലുള്ള അറിവുണ്ടാകാം, പക്ഷെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിവേചനമോ വിവേകമോ ഉണ്ടാകണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മഹല്ല് ഒരുമിച്ച് കൂടുമ്പോ സർവോന്മുഖമായി അതിനെ കാണുക എന്നതാണ്. എല്ലാ അർത്ഥത്തിലും അതിനെ ദർശിക്കുക എന്നതാണ്. നാളെ നമ്മൾ മരിച്ചു പോയാൽ ഇയാളെ കൊണ്ട് കുറച്ചെങ്കിലും നന്മ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് അത് ഏതിലൂടെയോ നേരിട്ടോ യൂട്യൂബിലൂടെയോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാകും? അത് പ്രബോധനം. ചില ആളുകളൊക്കെ മരിച്ചാൽ എത്ര ആളുകൾ പ്രാർത്ഥിക്കാനുണ്ടാവും? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയം, രാവിലെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകുന്ന സമയത്ത് പിന്നെ മലപ്പുറത്ത് നിന്ന് പാണക്കാട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. പ്രഗത്ഭരായ പല ആളുകളും വഴിയിൽ തങ്ങേണ്ടി വന്നു. എത്രയോ ആളുകൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മഹാമനീഷിയായതുകൊണ്ട് ഒന്ന് കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ, അവിടെ എത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ പോയി. അത്രമാത്രം ആളുകൾ ഉണ്ടാകണം നമ്മൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ. കാരണം അവിടെ കൂടിയില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടാകണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്ത്രീകൾ ഉണ്ടാകണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകണം. എല്ലാവർക്കും പ്രഭാഷകരോ വലിയ ആൾക്കാരൊന്നും ആകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കാരണം അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചിരുന്ന ആളാണ്. 10 വർഷം പിന്നീട് ഇറാഖ് വിട്ടിട്ട് പോയി ഒരുപാട് യാത്രകൾ നടത്തി തിരിച്ചു വന്നപ്പോ മൗനമാണ് ഇപ്പോൾ എന്റെ പ്രഭാഷണം എന്ന് പറഞ്ഞ ആളുടെ പേരാണ് അബു ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അബു ഹാമിദ് അൽ ഗസാലി മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങോട്ട് വന്ന അതേ ദിവസമാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പോയത്. അത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. അതിനെക്കുറിച്ചാണ് അല്ലാമ ഇഖ്ബാൽ എഴുതുന്നത്, ഒരു സൂര്യൻ ഉദയം കൊണ്ടു, മറ്റൊരു സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു എന്ന്. ഇറാഖിൽ നിന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോയ അതേ ദിവസത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. ഇതേപോലെ മറ്റൊരു സംഭവമാണ്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായ അതേ ദിവസത്തിലാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജന്മമെടുക്കുന്നത് എന്നും നമുക്ക് പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. ഇതൊക്കെ അള്ളാഹുവിന്റെ ചില നിയോഗങ്ങളാണ്, അള്ളാഹുവിന്റെ ചില രീതിശാസ്ത്രങ്ങളാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നു, അതേ ദിവസം തന്നെ അള്ളാഹു വലിയ ഒരു സൂര്യൻ ഉദയം കൊള്ളിക്കുന്നു. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ചെയ്തത് പ്രബോധനങ്ങളാണ്. മോനെ, എനിക്ക് നിന്നോട് പറയാനുള്ളത് ലുക്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം അലൈഹി റഹ്മത്തുള്ളാഹി അലൈഹി മകനോട് പറഞ്ഞ അതേ ഉപദേശമാണ്. അല്ലാഹുവിൽ നീ ശിർക്ക് വെക്കരുത് എന്ന ഉപദേശം. നീ എന്റെ മോനാണ് എന്നതുകൊണ്ട് സ്വർഗത്തിൽ രക്ഷപ്പെടുമെന്ന ചിന്ത നിനക്കുണ്ടാകരുത്. അവിടെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് എന്തെന്ന് ചോദിച്ചാൽ, മോളെ നീ എന്റെ മകളാണ് എന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, നിന്റെ അമലുകൾ ശരിയായാലല്ലാതെ. ബന്ധങ്ങളുടെ പേരിലല്ല സ്വർഗത്തിന്റെ പ്രവേശനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ചില ബന്ധങ്ങളുടെ പേരിൽ അതിലേക്കുള്ള വഴികൾ എളുപ്പമാകും, പക്ഷെ ഒരിക്കലും നമ്മൾ കർമ്മത്തോടു കൂടി ഇല്ല എങ്കിൽ ആരുടെ കൂടെയായാലും ശരി, വിശ്വാസങ്ങൾ തെറ്റിപ്പോയാൽ,
അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരല്ലേ അബൂലഹബ്, കണ്ടവരല്ലേ അബൂജഹല്, കണ്ടവരല്ലേ ഉത്ബത്തും ശൈബത്തും എല്ലാവരും. എന്നിട്ടും എന്റെ ഹിദായത്തിലേക്കായില്ല. കാരണം കണ്ടതുകൊണ്ടോ കൂടെ നടന്നതുകൊണ്ടോ ആയില്ല. വിശ്വാസത്തിലേക്ക് ചേരുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. വിശ്വാസത്തോടു കൂടി നടക്കുക എന്നത്. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും അത്തരത്തിലുള്ള വിശ്വാസികളായി തീരുക, അള്ളാഹുവിലേക്ക് തിരിയുന്ന ആളുകളായി തീരുക. അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ ഉലമാക്കളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അടുക്കുകയും ചെയ്യുക. ആ അടുപ്പം സ്നേഹത്തോടു കൂടിയായിരിക്കലാണ് ഏറ്റവും ഉത്തമം. പേടിയോടുകൂടിയുള്ള അടുപ്പമുണ്ട്, സ്നേഹത്തോടു കൂടിയുള്ള അടുപ്പമുണ്ട്. ഞാനത് ഇപ്പോഴത്തെ യുവാക്കളോടും കൂടിയാ പറഞ്ഞത്. കുടുംബസംഗമത്തിൽ ഞാൻ പറയാണ്, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട്, 17, 18, 20 വയസ്സായ ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, നിങ്ങൾ അള്ളാഹുവിനൊന്ന് സ്നേഹിച്ചു നോക്കിയാട്ടെ. സ്നേഹം ഒരു വല്ലാത്തൊരു ഭാഗമാണ്. അള്ളാനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ള പടപ്പുകളോട് വലിയ സ്നേഹമൊന്നും നമുക്ക് തോന്നൂല. അള്ളാനുള്ള സ്നേഹം വെച്ചുള്ള സ്നേഹം തോന്നൂ. അള്ളാനെ സ്നേഹിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു രസമാണ്. അള്ളാനെ സ്നേഹിക്കാതെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. ഈ തഹജ്ജുദിന് എണീക്കുന്നവരൊന്നും അള്ളാനെ പേടിച്ചിട്ടല്ല എണീക്കുന്നത്, അള്ളാനെ സ്നേഹിച്ചിട്ട് എണീക്കാണ്. കാരണം തഹജ്ജുദിന് എണീക്കൽ അത്ര വലിയ നിർബന്ധമുള്ള കാര്യമല്ല. തഹജ്ജുദിന് 3:30-4 മണിക്ക് എഴുന്നേറ്റിട്ട് സുജൂദിൽ കിടന്നിട്ട് ഒരു മനുഷ്യൻ കരയുന്നുവെങ്കിൽ അത് ഭയപ്പാടിന്റെ മാത്രം കരച്ചിലല്ല, അത് അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ കരച്ചിലാണ്. അതിശക്തമായി അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതിശക്തമായി സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്താണ്? എന്റെ അള്ളാഹു ഇത് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആല രണ്ടുപേരും സമ്പത്ത് കൊണ്ടുവന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. തബൂക്കിന്റെ സമയത്താണ് ആ സമ്പത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോഴും തബൂക്കിൽ പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. സത്യത്തിൽ ആ യുദ്ധം പിന്നെ നല്ല രീതിയിൽ നടന്നില്ല എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് സമ്പത്ത് കൊണ്ടുവന്നു. സമ്പത്ത് കൊണ്ടുവന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നതിന് മുമ്പേ ഉമർ റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നത്, മോനെ അല്ലെങ്കിൽ ഉമറേ, നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത്? എന്താണ് കൊണ്ടുവന്നത് എന്നല്ല ചോദ്യം, എന്താണ് ബാക്കിയാക്കിയത്? എന്താണ് ബാക്കിയാക്കിയത് എന്ന് പറയുമ്പോൾ പകുതിയാണ് ബാക്കിയാക്കിയത് എന്ന്. എന്റെ സമ്പത്തിന്റെ പകുതി ബാക്കിയാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ബാക്കിയാക്കിയത് അബൂബക്കർ? അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞത്, എന്റെ അടുത്ത് ബാക്കിയുണ്ടത് ഇന്നത് എന്നല്ല, ആകെ 2 ബാക്കിയുള്ളൂ. അല്ലാഹു വ റസൂലുഹു ബാക്കി. എനിക്ക് എന്റെ അല്ലാഹുവും റസൂലും ഉണ്ട്, അതല്ലാത്തതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു വ റസൂലുഹു ബാക്കി. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഒന്നും കൂടി ഗ്രന്ഥങ്ങൾ പരതുമ്പോ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരും, അവരോട് ചോദിക്കുക. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പിന്നെ ചോദിക്കുന്നുണ്ട്, ഉമറേ, നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു തആല കൊടുക്കുന്ന മറുപടി, ഞാൻ സ്വർഗ്ഗത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം കിട്ടുമെന്ന മോഹത്താലാണ് ഇത് കൊണ്ടുവന്നത്. എനിക്ക് സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂടെ ഒരു ഉന്നതമായ സ്ഥാനം കിട്ടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? രണ്ടാമത്തെ ചോദ്യമാണ് അങ്ങോട്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണെന്നറിയോ? എന്താണ് കിട്ടുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ പിന്നിൽ കിട്ടുന്ന പ്രതിഫലങ്ങളെ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഞാൻ അത് നൽകി എന്നതാണ്. ഇതിനെയാണ് ഒന്ന് സ്നേഹം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണെന്നറിയോ? താരീഖിൽ നിങ്ങൾ നോക്കിൻ. ഉമർ റളിയല്ലാഹു തആലയുടെ തോളത്ത് കൈവച്ചുകൊണ്ട്, തോളത്ത് സഹോദരനെ പോലെ കൈവച്ചുകൊണ്ട്, കൂട്ടുകാരനെ പോലെ കൈവച്ചുകൊണ്ട് പറഞ്ഞ വാക്ക്, ഉമറേ, അമ്പും വില്ലും ശക്തമാണ്, അമ്പും വില്ലും ശക്തമാണ്, പക്ഷേ കയറൽപ്പം അയഞ്ഞിട്ടുണ്ട് എന്നാണ്. വലിക്കുന്ന കയറുണ്ടല്ലോ, അതൊന്ന് അയഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്കുള്ള പ്രതിഫലങ്ങൾ ഇച്ഛിച്ചുകൊണ്ട്, സ്വർഗങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരാധനകൾ ആകണം. ഈമാനും വഹ്തിസാബ അങ്ങനെ തന്നെയാ ചെയ്യണ്ടേ. പക്ഷെ ഒന്നും കൂടി ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ പോകും. അതിന്റെ പിന്നിൽ എന്താണ് കിട്ടുക എന്നതിനേക്കാൾ ഞാൻ എന്റെ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് മാത്രമായിരിക്കും ആ മനുഷ്യനുണ്ടാവുക. ഞാൻ ഈ സദസ്സിനോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയെ ഒന്ന് പഠിക്കണം. നിങ്ങൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയെ ഒന്ന് പഠിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും അവരൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിച്ചു മുന്നോട്ട് പോയത്. അത് സ്നേഹമായിരുന്നു. നഫീസത്തുൽ മിസ്രിയ വെറുതെ ഒരു പേരല്ല, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു മഹാമനീഷിയുടെ പേരാണ് നഫീസത്തുൽ മിസ്രിയ.
അതേപോലെ തന്നെ ഞാൻ ഇവരുടെ ഖബർഗേഹത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള പ്രാർത്ഥനകൾ. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർഗേഹത്തിൽ നമ്മൾ പോയിട്ട് അവരോടൊപ്പം സ്വർഗത്തിലെത്താൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രമാത്രം ഉയർന്ന മണിരത്നങ്ങളായിരുന്നു അവർ. കാരണം എന്താണെന്നറിയോ? അവരൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടാ മുന്നോട്ട് പോയി. കുടുംബത്തിന്റെ ആണിക്കല്ലതാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുക. കുടുംബത്തിന്റെ ആണിക്കല്ല്, ഇതിനപ്പുറം ഒരു ആണിക്കല്ലില്ല. അള്ളാഹുവിലേക്ക് അടുക്കൽ. ഇന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ആളുകൾ കുറവാണ്. പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, രാഷ്ട്രീയ മഹത്വജങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, വലിയ വലിയ മനീഷികളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ആളുകൾ വളരെ കുറവാണ്. പറഞ്ഞ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, ഓരോ പ്രസ്ഥാനത്തെയും പർവ്വതീകരിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഏകനായ തമ്പുരാനെ കുറിച്ച് പറയാനുള്ള ആളുകളുടെ എണ്ണം ഇന്ന് കുറവാണ്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള പറച്ചിലായിരുന്നു. നിങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി എടുക്ക്, നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ആളുകളെ എടുക്ക്. അവരെന്തുകൊണ്ട് അങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങേയറ്റം ശ്രമിച്ചു എന്നതാണ്. ആ അള്ളാഹു ആയിരിക്കണം നമ്മുടേത്, അള്ളാഹു എന്റേതായിരിക്കണം. സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കണം. അത് ഫർദ് നിസ്കാരത്തിലാകരുത്, സുന്നത്തില് എങ്ങനെ ചെയ്യണം അതൊക്കെ ഇവര് പറഞ്ഞുതരും. അത് ഫത്വകളൊക്കെ അവരോട് ചോദിച്ചു നോക്കി. പ്രാർത്ഥിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫിഖഹിലേക്ക് പോവാറില്ല, കാരണം അത് തർക്ക വിതർക്കങ്ങളാവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പങ്ങളാവും. അറബിയിൽ പ്രാർത്ഥിക്കണമെന്ന് എല്ലാ ഉലമാക്കളും പറയുന്നുണ്ട്. അറബിയിൽ തന്നെ പ്രാർത്ഥനകളാകണം. മനസ്സുകൊണ്ട് കരുതാമെന്ന് പറയുന്നവരുണ്ട്, കരുതാമെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾ വേറെ പഠിക്കേണ്ടത്, ഞാൻ കൺഫ്യൂഷനിലേക്ക് പോണില്ല. പക്ഷേ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ആ സുജൂദ് ശുക്രിന്റെ സുജൂദാണെങ്കിൽ ഏറ്റവും ശക്തമായിരിക്കണം. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെറിയ കാര്യമായാലും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ശുക്രിന്റെ സുജൂദിൽ നമ്മൾ വീണിരിക്കണം. നമ്മുടെ മകൻ പെട്ടെന്നൊരു സ്കൂട്ടറും കൊണ്ട് വീണു എന്ന് കേട്ട്, ഇല്ല അവന് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കേൾക്കുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോ നമ്മളെ മോന് വല്ലാത്തൊരു വീഴ്ച വീണതിട്ടോ, എല്ലാം തകരേണ്ടതായിരുന്നു, പക്ഷേ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് പറയുമ്പോ നമ്മൾ അതിനു വേണ്ടി ഫോൺ വിളിക്കുന്നതിന് മുമ്പേ അവിടെ കിടന്നിട്ട് സുജൂദിൽ കിടക്കണം. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ യാ അല്ലാഹ് എന്ന് പറയലാണ് ആദ്യത്തെ നമ്മുടെ ഉത്തരവാദിത്തം. അത് അറബികൾ ധാരാളം ചെയ്യാറുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ നേരെ ഇറങ്ങും, എന്നിട്ട് ആ മണലിൽ കിടന്നിട്ട് സുജൂദിൽ. കാരണം അവർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, അതിന്റെ നന്ദി സൂചകമാണ്. അത് ഇവിടെ പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും കുട്ടിയേക്ക് വേണ്ടി പറഞ്ഞോട്ടെ, ഉലമാക്കൾ ക്ഷമിക്കണം. കളിക്കാരിലും നല്ല തെക്കുവയുള്ള കളിക്കാരുണ്ട്. ക്രിക്കറ്റ് കളിക്കാരില്ലേ, തെക്കുവയുള്ള കളിക്കാരുണ്ട്. നിങ്ങൾ എന്തായി പറഞ്ഞത് നിങ്ങളോട് ചോദിക്കും. എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് 2-3 കളിക്കാരെ. നമ്മളെക്കാളൊക്കെ ഒരുപാട് തെക്കുവയുള്ള കളിക്കാരാണ്. കിങ് ഫിഷർ എന്ന് പറയുന്ന മദ്യത്തിന്റെ വലിയ കമ്പനിയാണ് കിങ് ഫിഷർ. ആ കമ്പനിയുടെ ഇതിടായിട്ട്, ഏത് ടീഷർട്ട് ഇടാതെ, നമ്മളിപ്പോ ആരുടേതാണെന്നൊന്നും നോക്കൂലല്ലോ, ആണ്ടിടലല്ലേ, കിങ് ഫിഷർ ആണോ മേലുള്ളതെന്നും നോക്കൂല. കളിക്കുന്ന സമയത്ത് കിങ് ഫിഷർ എന്ന് പറയുന്ന കമ്പനിയുടേത് ഞാൻ ഇടൂല, അത് മദ്യ കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ട് എത്രയോ കോടികൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്ന കളിക്കാർ വരെയുണ്ട് ഈ കളിക്കാരുടെ കൂട്ടത്തിൽ. ഓരോ സിക്സർ അടിക്കുമ്പോഴും ആകാശത്തേക്ക് നോക്കിയിട്ട് സുജൂദിൽ വീഴുന്ന കളിക്കാരുണ്ട്. ഞാൻ കളിക്കാരെ വലിയ വലിയ വാഴ്ത്തി പറയല്ല, അതും തഖ്വയുടെ ഭാഗമാണ്. ഈ സിക്സർ അടിക്കുന്നത് എന്റെ ബാറ്റിൽ നിന്നല്ല, ഇതെന്റെ തമ്പുരാൻ തന്നിട്ടുള്ള എന്റെ സ്കില്ലിൽ നിന്നാണ് എന്ന് പറയുന്ന കളിക്കാരുണ്ട്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി പറയുന്നു. നമുക്കിന്ന് മതത്തോട് നീരസം, മതം വേണോ എന്ന ചർച്ചകള് ഞാൻ പറയാൻ വേണ്ടി പറയണം. ഉലമാക്കളെ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ അപ്പൊ കുട്ടികളോട് പറയാം. ഒരു സൈക്കോളജിസ്റ്റ് എന്നൊരു ലേബൽ എനിക്ക് തന്നതുകൊണ്ട് അങ്ങനെ പറയാം. കഴിഞ്ഞ ലോകകപ്പില് പ്രാർത്ഥിക്കാതെ കളിക്കിറങ്ങിയ ഏതെങ്കിലും കളിക്കാരെ നിങ്ങൾ കണ്ടോ? നിരന്നു നിന്നുകൊണ്ട് അവിടെ ദേശീയഗാനം പാടുന്നതിന് മുമ്പേ ഇങ്ങനെ ഓരോ ഗോൾ അടിക്കുമ്പോഴും ഇങ്ങനെ ക്രോസ് വരച്ചുകൊണ്ട് കളിക്കാരൻ നടക്കുന്ന അവരുടെ പ്രാർത്ഥനയാണ്. ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനയുണ്ടാവും. നമ്മൾ വിചാരിച്ചത് ഇന്റർനാഷണൽ ആൾക്കാർക്കൊന്നും അതൊന്നും ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ തെറ്റായ ധാരണയാണ്. ചന്ദ്രയാൻ അയച്ചുകൊണ്ട് ഇന്ത്യ വലിയ ഉയരങ്ങളിലേക്ക് എത്തി. ആരയച്ചു, എന്തിനയച്ചു, അതൊക്കെ വേറെ കാര്യം. ചന്ദ്രയാൻ വലിയ ചർച്ചയായി ലോകത്തിൽ. ആ ചന്ദ്രയാൻ അയച്ചിട്ടുള്ള ഏറ്റവും സൂപ്പർ ലെവലിൽ നിൽക്കുന്ന ചീഫ് സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലുള്ള ഹൈന്ദവ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ സാധനം ആകാശത്തേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കെമിസ്ട്രി പഠിക്കുമ്പോഴേക്ക്, ഒരു ബയോളജി പഠിക്കുമ്പോഴേക്ക്, എന്തെങ്കിലും 2 അധ്യായം പഠിക്കുമ്പോഴേക്ക് ദൈവമുണ്ടോ എന്ന ചിന്തയുണ്ടാകണ്ട. അതിന്റെ ഒക്കെ അപ്പുറം കയറിയിട്ട് മിസൈൽ തൊടുക്കുന്ന നായകന്മാര് വരെ അവരുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ വിടുന്നത്. മഹലിന്റെ പരിപാടിയിൽ നിന്നിട്ട് മനസ്സിലാകാനുള്ള ഉദാഹരണം പറയാണ്. സിനിമാക്കാരാണ് ഏറ്റവും കൂടുതൽ മതമല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ.
അങ്ങോട്ടും കൊണ്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഓരോ സിനിമ റിലീസാകുന്നതിന് മുമ്പേ പൂജ കഴിക്കാതെ അവിടെ ഷൂട്ടിംഗ് പോലും ഒരു തുടങ്ങാറില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ ഇതിനെ വളച്ചൊടിച്ച് പറയരുത്. അവരുടേതായ പ്രാർത്ഥനകൾ നടത്തിയിട്ട് ഈ സാധനം എന്താക്കാറുള്ളൂ, ഇറങ്ങാറുള്ളൂ. എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ മടിയും. എല്ലാവർക്കും കല്യാണമുണ്ട്. ഞാൻ ഹൈന്ദവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അവിടെയുള്ള ഹൈന്ദവ കല്യാണങ്ങളൊക്കെ നമ്മൾ അയൽവാസികൾ എന്ന അർത്ഥത്തിൽ, ചിലപ്പോൾ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ എന്ന അർത്ഥത്തിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മളെ കല്യാണത്തിന് വിളിക്കും. കല്യാണത്തിന് പോകുമ്പോ അവരുടെ അച്ചടക്കമുള്ള കല്യാണം നമ്മൾ കാണാറുണ്ട്. അവിടെ താലികെട്ടിനൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തമാകാതെ അവർ താലികെട്ടില്ല. നിറക്കതിരുകൾ ഉണ്ടാകും. ഇതേപോലെ തന്നെ അവർക്ക് നല്ല നല്ല തോരണങ്ങൾ ഉണ്ടാകും. എല്ലാം കഴിഞ്ഞിട്ട് നിലവിളക്കും കൊണ്ടാണ് ഈ പെൺകുട്ടിയും ആണും കൂടി വീട്ടിലേക്ക് കയറുന്നത്. നമ്മളോ JCBയിൽ പുതിയാപ്പള പോവുക, പറ്റുമെങ്കിൽ ട്രാക്ടറിൽ പുതിയാപ്പള പോവുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു രീതിശാസ്ത്രം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഔദ്യോഗികമായി ഉയരത്തിലിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയപ്പോ രണ്ടാളും IB ഉദ്യോഗസ്ഥന്മാരാണ്. ഒരാൾ പാർലമെന്റില്, അതേപോലെ ഒരാൾ എയർപോർട്ടിൽ, ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ, ഒരാൾ പാർലമെന്റിൽ IB. അവിടെ കല്യാണം നടക്കുമ്പോൾ ഞാൻ പോയി. എന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ സുഹൃത്തായത് കൊണ്ട് 11:30 മണിയായിട്ട് കൊണ്ട് കയറുന്നില്ല. നമുക്കാണ് ഇത് കഴിഞ്ഞിട്ട് വേണം പോരാൻ. അവനത് എപ്പോഴാ കഴിയാന്ന് വെച്ചില്ല, മുഹൂർത്തം കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് 11:30 എന്ന് പറഞ്ഞൊരു മുഹൂർത്തം ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറുക. 11:30ക്കാണ് മുഹൂർത്തമെങ്കിൽ ചിലർക്ക് 9:30 ഉണ്ടാവും, 10 മണിക്കൊക്കെ ഉണ്ടാവും. നമുക്ക് യാതൊരു രീതിയുമില്ല. ഞാൻ ഇവിടത്തെ കുറിച്ചല്ല പറഞ്ഞത്. പെൺകുട്ടിയെ വഴിയിലിറക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ താരങ്ങളാകാൻ വേണ്ടിയിട്ട് എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഞാൻ കുറ്റപ്പെടുത്തല്ല. എന്നിട്ട് ഈ പാവം പെൺകുട്ടി, എനിക്കുമുണ്ട് ഒരു മോള്. ഇവിടെ പെൺമക്കളുള്ള പിതാക്കന്മാര് പറയട്ടെ, നമ്മുടെ മകളെ കല്യാണം കഴിപ്പിക്കുക എന്ന് നമ്മുടെ ഒരു സ്വപ്നമാണ്. ചിലപ്പോൾ അവർക്ക് 14-15 വയസ്സാകുമ്പോ തന്നെ നമ്മളിങ്ങനെ മെല്ലെങ്ങനെ ആൾക്കൂട്ടത്തിൽ തിരയും, അവൾക്ക് പറ്റിയ പുതിയാപ്പിള ആരാന്ന്. 20 വയസ്സിലും 18 കെട്ടിക്കലെങ്കിലും മനസ്സിലിങ്ങനെ കാണും ഓരോരുത്തരെ. അത്ര വലിയ മോഹമാണ് പെൺകുട്ടികളോട്. പെൺകുട്ടികൾ നല്ലൊരു അവസ്ഥയിൽ എത്തണമെന്ന്. ആൺകുട്ടികൾ ഇനി എന്തെങ്കിലും ആയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മാറ്റം ചിരിച്ചും വെക്കാന്നൊക്കെ ഒരു ധാരണയുണ്ടാവും. അപ്പുറത്തൊരു പെൺകുട്ടിയുണ്ട്, അതുകൊണ്ട് അത് നമ്മൾ സംരക്ഷിക്കണമല്ലോ. നമ്മളെ മോളത്തിനെ പോലെ തന്നെ മരുമക്കളും. നമ്മുടെ പെൺമക്കളെ കുറിച്ച് നമുക്ക് വല്ലാത്തൊരു ചിന്തയാണ്. ആ പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ ദിവസത്തിൽ ആദ്യമായിട്ട് പുതിയാപ്പളുടെ വീട്ടിൽ പോയി ഇറങ്ങുമ്പോ, ക്യാമറക്കാർ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ക്യാമറക്കാരെ കുറിച്ച് പറയല്ല. ആദ്യം ഈ പെണ്ണിനെ എവിടെ തൊടണം, എപ്പ തൊടണം എന്ന് ക്യാമറക്കാരാ തീരുമാനിക്കുന്നത്. കാരണം ഫോട്ടോ സെഷൻ അതിന് മുമ്പാണ്. ഫോട്ടോ സെഷൻ അതിന് മുമ്പാണ്. എല്ലാ ക്യാമറക്കാരും എന്നോട് ക്ഷമിക്കണം, ക്യാമറക്കാരെ ഞാൻ കുറ്റപ്പെടുത്തല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ചില മോഹങ്ങളുണ്ട്, ചില സുന്ദരമായ നിമിഷങ്ങളുണ്ട്. ആദ്യം എന്റെ ഭാര്യയുടെ കയ്യിന്റെ മുകളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ അടിസ്ഥാനം പറയാണ്. ഞാൻ വിശ്വാസികളോടൊപ്പം സംസാരിക്കുന്നത്. നാളെ അത് യൂട്യൂബിൽ വരുമ്പോ അതിന്റെ അടിയിൽ എന്തൊക്കെയാ ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയല്ലേ. ഞാൻ എന്റെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരമായ സുന്ദരമായ നിമിഷത്തിലേക്ക് നീങ്ങുക. ഇത് ക്യാമറക്കാരൻ പറയും, അവിടെ പിടിക്ക്, ഇവിടെ പിടിക്ക്, അവിടെ തൊട്, ഇങ്ങനെ പിടിക്ക്, കവളോട് ചേർക്കുന്നിട്ട് ഇവൻ ഫോട്ടോ അടിക്കാൻ. ഞാനതിനെ കുറ്റപ്പെടുത്തല്ല. പക്ഷേ മതം നിഷ്കർഷിച്ച രീതിയിലേക്ക് നമ്മൾ പോകുമ്പോ ഈ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് പ്രൊഫഷണലിസം പറയട്ടെ, നിങ്ങൾ കേവലമായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയല്ലേ. എന്താ പ്രൊഫഷണൽ ക്യാമറ എന്നറിയോ? ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയും മമ്മൂട്ടിയും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടി ദുബായിൽ, അതിൽ ഞാനും പോയിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ. ആകെ ഒരു 10-200 ആളുകളുടെ പരിപാടിയാണ്. ജോൺ ബ്രിട്ടാസ് ഉണ്ട്, പല ആൾക്കാരുണ്ട്. ആ പരിപാടിയിൽ സിനിമയിൽ ഏറ്റവും സുന്ദരമായിട്ട് ക്യാമറ എടുക്കുന്ന ആളാണ് ആ പരിപാടി ക്യാമറ എടുക്കുന്നത്. കാരണം അത് അങ്ങനത്തെ ഒരു ചാനലിന്റെ പരിപാടിയാണ്. അതിമനോഹരമായി ക്യാമറ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും മുഖ്യമന്ത്രി ഇങ്ങനെ നിർത്തിയില്ല, മമ്മൂട്ടി എങ്ങനെ നിർത്തിയില്ല, വേറുള്ളവർ അങ്ങനെ നിർത്തിയില്ല. അതല്ല പ്രൊഫഷണൽ ക്യാമറ. പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ആ നടക്കുന്ന സാധനത്തിനെ ലൈവായിട്ട് പകർത്തുക എന്നതാണ്. ലൈവായിട്ട് പകർത്തണം. അല്ലാതെ എങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിക്കും ഒന്ന് ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാമറ എടുക്കൽ പ്രൊഫഷണലിസം അല്ല ഇന്നത്തെ കാലത്ത്. ഒരു കല്യാണ സദസ്സിൽ അവിടുത്തെ ഓരോ മുക്കും മൂലയിലും വന്ന് അയാള് ചിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുക. അതിൽ വാല്യൂസ് കീപ്പ് ചെയ്യാൻ നമ്മൾ പറയണം. കാരണം എങ്ങനെയെങ്കിലും മോശപ്പെട്ട ക്യാമറകൾ മോശപ്പെട്ട രീതിയിൽ ആകരുത് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ കല്യാണത്തിന് മൊത്തത്തിൽ അവർ പകർത്തി തരും. കാരണം ഏറ്റവും രസകരം എന്താണ്, ഇപ്പൊ ഇവിടെ തങ്ങൾ വന്നിട്ട് തങ്ങളോട് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ നിന്നോടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു രസമില്ല. നേരത്തെ തങ്ങളോട് സംസാരിക്കുന്നത് വേറേതോ മൂലയിൽ നിന്ന് ആരോ കാണാതെ എടുത്താൽ അതായിരിക്കും രസം. അതാണ് പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു കല്യാണ വീട്ടില് പെണ്ണിനോട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുന്ന പറഞ്ഞിട്ട് എടുക്കലല്ല പ്രൊഫഷണൽ ക്യാമറ. പകരം അവരെങ്ങനെയാണോ നിൽക്കുന്നത് അതിനെ പകർത്തലാണ് പ്രൊഫഷണൽ ക്യാമറമാൻ. ക്യാമറ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിനെ പ്രൊഫഷണൽ രീതിയാ പറഞ്ഞത്. ആദ്യം ദീന പറഞ്ഞത്, പിന്നെ പ്രൊഫഷണൽ രീതിയാ പറഞ്ഞത്. രണ്ടും നമ്മൾ എടുത്തുണ്ടായതുകൊണ്ട്
പ്രൊഫഷണലായിട്ട് പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ദീനിയായിട്ട് പറയണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ നമുക്ക് വാല്യൂസ് ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാ പ്രസ്ഥാനക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു ചർവണം നടക്കുന്നത് കൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങൾ ആരോട് കൂടെ നിൽക്കണം സാർ, നിങ്ങൾ പറ എന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടൊന്ന് മാനിച്ചുകൂടാ, എന്തുകൊണ്ടൊന്ന് നല്ല രീതിയിൽ പറഞ്ഞുകൂടാ? ഒരു വാഗ്വാദം നടത്തുന്ന ഒരു മനുഷ്യനോട് കോട്ടക്കൽ വെച്ചിട്ട് ഒരാളെ എതിർക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സാർ നിങ്ങൾ ഇങ്ങനെയാ സംസാരിക്കേണ്ടത്, ഇങ്ങനെ സംസാരിച്ചാൽ അദ്ദേഹം വലിയൊരാളാണ്, ഖുർആനിൽ PhD ഒക്കെ എടുത്ത ആളാണ്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ആഴ്ച മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കടില്ല. ഞാൻ പറഞ്ഞു, ഉദാഹരണത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ആളൊരു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളാന്ന് വിചാരിച്ചോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഇങ്ങനെ പറയണം, അബ്ദുറഹ്മാൻ സാഹിബ് നല്ല മനുഷ്യനാണ്, എത്രയോ നല്ല മഹാരഥനാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ്, ഈ ഉമ്മത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾ പ്രസംഗിച്ചോ. ഈ കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ആ മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരിക്കലും ആ വ്യക്തിയെ അല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ 3-4 പ്രസംഗം പ്രസംഗിച്ച അതിലൊക്കെ ചീത്ത വിളിച്ചിട്ടാ പറഞ്ഞു, ഇനിയിപ്പോ എങ്ങനെ മാറ്റി പറയാം. മഹലിന്റെ പ്രക്രിയ മുന്നോട്ട് പോകട്ടെ. ഞാൻ എന്റെ ഭാഗം പറയുന്നു. ആയിരക്കണക്കിന് കുട്ടികളോട് ഡെയിലി സംവദിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, കോളേജുകളിലെ എന്റെ പരിപാടികൾ കൂടുതൽ ഉണ്ടാവുക. ഫറൂഖ് കോളേജിൽ പോകുമ്പോ, PSM കോളേജിൽ പോകുമ്പോ, പ്രശസ്തമായ ക്യാമ്പസിൽ പോകുമ്പോ പർദ്ദയണിഞ്ഞ കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും നമ്മളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. എന്നിട്ടും എന്തേ ഇവരിങ്ങനെ എന്ന് ചോദിക്കുമ്പോ എന്താ നമ്മൾ മറുപടി പറയുക? ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരുടെ പക്കൽ നിന്നും ഉണ്ടാകരുത്. ഒരു എളിയ സഹോദരന്റെ, നിങ്ങളുടെ ചെരുപ്പിന്റെ ചുവട്ട് കിടക്കുന്ന മണ്ണിന് പോലും വിലയില്ലാത്തൊരു എളിയ സഹോദരന്റെ ഒരു ചെറിയ രീതിയിലുള്ള റിക്വസ്റ്റ് ആയി, ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താ പറയാ, നിങ്ങളോടുള്ള ഒരു അപേക്ഷയായി നിങ്ങൾ പരിഗണിക്കുമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ സ്പെയിനെ തകർത്തതുപോലെ ഈ ലോകത്തിൽ തകർന്നെറിയപ്പെടും നമ്മുടെ ദീനിനെ. വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കർമ്മം ഏതെന്നറിയുന്നു? അത് അമലുകളാണ്, അത് യഥാർത്ഥത്തിൽ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യേണ്ടത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെയോ മുആമലാത്താണ്, സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതകളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ 2 വിട്ട് ഞാൻ 3-ാമത്തതിലേക്ക് കടക്കാം. എന്താണ് കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മുടെ നാട്ടിൽ, അങ്ങനെ പറയുമ്പോൾ ഒന്നും തോന്നരുത് നിങ്ങൾക്ക് കേട്ടോ, ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഉദാഹരണത്തിന് പത്തനംതിട്ട, കോട്ടയത്ത് ആ ഭാഗത്തുള്ള സ്ത്രീകൾ ഗൾഫിലേക്ക് അയച്ചിട്ടുള്ള ആളുകൾ തിരിച്ചു വരുമ്പോഴേക്ക് തിരിച്ചു കൊടുക്കുന്നത് 1 കോടി രൂപയാണ്. ഇതെങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ 1 കോടി രൂപ തിരിച്ചു കൊടുക്കുന്നത്? ഇവിടെ റിയൽ എസ്റ്റേറ്റുകാരുണ്ടാവുമല്ലോ, അവർക്കറിയ കാര്യം എങ്ങനെയാണ് ഈ 1 കോടി രൂപ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതനാണ്, അദ്ദേഹം ഒരു വലിയ പൈസക്കാരനോട് പറഞ്ഞു, എനിക്കും വേണം നിങ്ങളുമായി കോടീശ്വരനാകുക, പക്ഷെ ആദ്യത്തെ കോടി കിട്ടണം, പിന്നെ എങ്ങനെ ആവേണ്ടതെന്ന് എനിക്കറിയാം. ആദ്യത്തെ കോടി കിട്ടാത്തതാണ് പലരുടെയും ദുഃഖം. അതിൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? തെക്കൻ ഭാഗത്തുള്ള ക്രിസ്ത്യൻ സഹോദരിമാർ, ഞാൻ അവരെ ഏറ്റവും നല്ല രീതിയിൽ അവരോട് ആശംസകൾ അറിയിച്ചുകൊണ്ട് പറയുന്നു. അവർ ചെയ്യുന്നൊരു നല്ല രസകരമായ ഡിസിപ്ലിനാണ്. 25,000 രൂപ മാസത്തിൽ ഭർത്താവ് അയച്ചു കൊടുത്താൽ അതിൽ 10,000 രൂപയ്ക്ക് കുറിക്ക് ചേരും. എന്നിട്ടത് 50 തവണയായിട്ട് അടക്കും. ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസങ്ങളിലൊക്കെ ആയിട്ട് അടച്ചിട്ട് 5 ലക്ഷം രൂപ അത് അടിക്കും. അതടിച്ച ഉടനെ തന്നെ അവർ ചെയ്യലൊരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടല്ല. കുറച്ച് കഴിഞ്ഞ് ഹോട്ട് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റുകാർക്ക് അറിയാം. ഹോട്ട് പ്ലേസ് എന്നാണ് ഇതിന് പറയാം. ഹോട്ട് പ്ലേസിൽ വാങ്ങിയിടാൻ അവർക്കറിയാം, പെണ്ണുങ്ങൾക്ക്. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ ആ ഹോട്ട് പ്ലേസിൽ നിന്ന് പിന്നെ അവൻ വിൽക്കും. അങ്ങനെ 3-ാം കൊല്ലത്തിൽ അത് 15 ലക്ഷമാവും. പിന്നെ അത് വെക്കും. ചുരുക്കി പറഞ്ഞ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഗൾഫിലുള്ള സഹോദരൻ തിരിച്ചു വരുമ്പോ അത് ക്യുമുലേറ്റ് ചെയ്തിട്ട് 1 കോടി രൂപ ആയിട്ടുണ്ട്. ആ 1 കോടി രൂപ ഇയാള് ഗൾഫിൽ നിന്ന് വരുമ്പോ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് പറയും, നിങ്ങൾ എന്താ ബിസിനസ്സോ ഏർപ്പാടോ എന്തെങ്കിലും തുടങ്ങിക്കോളി എന്ന് പറയാണ്. ഇവൾക്ക് പാർട്ട്ണർഷിപ്പ് ഇടും. അങ്ങനെ കുട്ടികൾ അങ്ങനെ ചെയ്യാം. അതിൽ പകുതി പാർട്ട്ണർഷിപ്പ് 30 എന്നിട്ട് ആ ബിസിനസ്സിലൊക്കെ ഇടപെടും. ഇത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ കോട്ടയം ഭാഗത്തുള്ള. അങ്ങനെ തന്നെ നമ്മൾ ആകണമെന്ന് പറയല്ല. നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ കുടുംബിനികളെ. നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാര് മിക്കവാറും ഗൾഫില് 20-25 കൊല്ലം അവരും നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്ന് വന്നവരായിരിക്കും ഇവിടെ മുന്നിലിരിക്കുന്ന പല ആൾക്കാരും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഒരു 50 ലക്ഷം രൂപ നിങ്ങൾ കടവാക്കിയിട്ട്. കാരണം എന്താ? മിഠായി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിപാടി ഇവിടെ അല്ലേ? എല്ലാ കുട്ടികളെ കയ്യിലും ഓരോ കൊട്ട കൊടുക്കുക. അവിടെ കൊണ്ടുപോയിട്ട് 1.25 ലക്ഷം രൂപന്റെ മൊബൈൽ ആ പെൺകുട്ടിക്ക് കൊടുക്കും. ഒന്നാമത് ആ പെൺകുട്ടി അത് വാങ്ങാൻ പാടില്ല. കാരണം നിങ്ങളെ പാക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം.
നല്ല ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് പറയണ്ടേ? ഞാനിതിവിടെ നിന്നിട്ട് പറയും. അതുകൊണ്ട് ഒരു പെൺകുട്ടിയും മറ്റുള്ളവരുടെ മൊബൈൽ മോഹിക്കരുത്. കാരണം അത് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ ഒരു പെൺകുട്ടിക്ക് പറ്റണം. ഞാൻ എന്റെ ഭാഗം പറഞ്ഞേച്ചു പോവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം. പുതിയാപ്പിളക്ക് കൊടുക്കുന്ന അമ്മാശാങ്ക കൊടുക്കുന്ന കാറിലല്ല പുതിയാപ്പിള പോകേണ്ടത്. കാരണം അവൻ പറയണം, സോറി, എനിക്കത് വാങ്ങാനുള്ള പൈസയുണ്ട്. അല്ലാതെ പുതിയാപ്പിളക്ക് വേണ്ടിയിട്ട് അമ്മോശാങ്ക വാങ്ങിക്കൊടുക്കുന്ന കാറിലല്ല ഈ പുതിയാപ്പിള പോകേണ്ടത്. അത് റെന്റഡ് പോലെയാണ്. പുതിയാപ്പിളയെ വാടകയ്ക്കെടുക്കുകയാണ്. പണ്ടൊരു പെണ്ണ് പറഞ്ഞില്ലേ, എന്ത് ചായ കാച്ചിക്ക മോളെ എന്ന് അമ്മായിമ്മ പറഞ്ഞപ്പോ നിലത്ത് ചവിട്ടിയിട്ട് പറഞ്ഞത്ര ഞാൻ ചായയും കൂടി കാച്ചണമെന്ന്. അതിന്റെ അർത്ഥം എന്താ? 100 പവനും കൊണ്ടുവന്ന് 5 ലക്ഷം ഉറുപ്പ്യം തന്ന് ഒരു കാറും തന്ന് എന്നിട്ട് നിങ്ങളെ മോനെ ഇങ്ങോട്ട് വാങ്ങിയും ചെയ്ത് എന്നിട്ട് ഞാൻ ചായയും കൂടി കാച്ചണമെന്ന്. ആ പരിപാടിയില്ല. ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് നടക്കണം. നമുക്കാരുടെയും ഔദാര്യം വേണ്ട. അധികമില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഭർത്താവും മക്കളും ഒക്കെ അധ്വാനിച്ചുണ്ടാക്കിയത് മതി. ആരുടെയും മോശാരം നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റണം. അത് ഇല്ലാത്ത ഉലമാക്കൾക്കോ മറ്റുള്ളവർക്കോ അവർ ഹദിയായിട്ട് കൊടുക്കുന്നുവെങ്കിൽ അവരത് സ്വീകരിക്കട്ടെ. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരത്രയും സേവനങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എന്തിനത് വാങ്ങണം? നമ്മളെ ബിസിനസ്സോ ഏർപ്പാടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താക്കണം? നടക്കണം. അതുകൊണ്ട് ഡിഗ്നിറ്റിയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ വീട്ടിലെ കുടുംബ സമിതിയിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് അന്യന്റെ ഒന്നും വേണ്ട. അത് ചിലപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് ചിലപ്പോൾ അയാൾ 1.25 ലക്ഷം ഉറുപ്പ്യന്റെ മൊബൈൽ കൊടുത്താൽ ഓക്കെ, അത് ഭർത്താവാ തരുന്നത്. അതല്ലാതെ ഇതുവരെ ഒരു ഉറപ്പിക്കൽ മാത്രം സിമന്റ് തന്നെ ഇളകിക്കൊണ്ട് എടുക്കായിരിക്കും. വ്യത്യസ്തമായ ഡ്രസ്സുകൾ ആയിക്കോ, കുഴപ്പമൊന്നുമില്ല, സമ്പത്തുണ്ടെങ്കിൽ വാങ്ങിക്കോ. പക്ഷെ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ബൂമറാങ്ക് പോലെ ബോംബുകൾ വർഷിച്ച് ഇന്നലെ വരെ സമ്പത്തുണ്ടായിരുന്ന തെരുവോരങ്ങളിൽ കൈ കാണിച്ചുകൊണ്ട് വസ്ത്രം തരൂ എന്ന് പറയുന്ന ഫലസ്തീന്റെ മക്കളെ നമ്മൾ മറന്നു പോകരുത്. ആയിരക്കണക്കിന് രൂപകൾ ചെലവാക്കി വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോ ആ പാവം കുട്ടികളെ പോലും നമ്മൾ ഓർക്കണം. അത് ഏത് മതക്കാരായാലും ഏത് രാജ്യക്കാരായാലും. APJ അബ്ദുൽ കലാം ഈ ലോകത്തോട് വിട പറഞ്ഞു. APJ അബ്ദുൽ കലാം മരിച്ചപ്പോ അദ്ദേഹം ടെക്നിക്കൽ സയന്റിസ്റ്റ് ആണ്, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആണ്. വലിയ രീതിയിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ ഹോണറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ പരിശോധിച്ചു. നിങ്ങൾ അന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്ക്. എല്ലാ ദിവസവും ആഷ് കളർ പാന്റും ആഷ് കളർ കുപ്പായമാണ് ഇടുക, മീൻസ് കോട്ടും. എല്ലാ ദിവസവും ഒരേ വെണ്ണൂറും കളർ എന്ന് പറഞ്ഞ സാധനം ആഷ് കളർ ഇടലുള്ളൂ. അദ്ദേഹത്തിന്റെ രാമപുരത്തെ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്ത്, പാർലമെന്റിന്റെ അടുത്തുള്ള വീട്ടിലൊക്കെ ചെക്ക് ചെയ്തപ്പോ ആകെ 4 കോട്ടും 4 പാന്റുള്ളൂ. അദ്ദേഹത്തിന് എത്ര ഉണ്ടെന്ന് ആളുകൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു അദ്ദേഹം ആകെ 4 എണ്ണം ഇട്ടുകൊണ്ടെന്നാണ്. എല്ലാ ദിവസവും ആഷ് കളർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിഗ്നിറ്റി എന്താന്ന് പറയുക, ഞാൻ പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം പറയട്ടെ എന്റെ കുട്ടികളോട്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആളുകൾ ഇപ്പോ വേഷവിധാനങ്ങളെ പറ്റി പറയല്ലോ കേട്ടോ, വെറും ടീഷർട്ട് ഇട്ടാണ് നടക്കുന്നത്. അല്ലാതെ കുറെ വേഷവിധാനങ്ങൾ കെട്ടി ഭയങ്കര കൂട്ടിട്ടൊന്നുമല്ല. മാർക്ക് സുക്കർബർഗ് നിങ്ങൾ എടുത്തു നോക്കിക്കോ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ഏറ്റവും വലിയ സമ്പന്നരുടെ ആദ്യത്തെ 4 പേരിൽ ഒരാളാണ്. ഇവരൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ടീഷർട്ടും പാന്റും ഇട്ടിട്ടാണ്. സിംപ്ലിസിറ്റിയാണ്. ഞാൻ ടീഷർട്ടും പാന്റും ഇടണം എന്നല്ല പറഞ്ഞത്, സിംപ്ലിസിറ്റി. ആളുകൾക്ക് ഇഷ്ടം അതാണ്. അതുകൊണ്ട് തന്നെയല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദിന്റെ സെക്രട്ടറി ആയിരുന്ന, ഒരുപാട് വലിയ സമ്പത്തുണ്ടായിരുന്ന എന്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കാൻ ഞാൻ വൈകിട്ട് ആ കല്യാണത്തിന് എത്തിയത്. ആ കല്യാണത്തിന് എത്തുമ്പോ പുതിയ ഇറങ്ങാൻ പോവാണ്. എന്റെ മകളെ പോലെ തന്നെ ഒരു മകളാണ് അവളും, എന്റെ സുഹൃത്തിന്റെ മോളാണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വേണമെങ്കിൽ മകൾക്ക് 10 ജ്വല്ലറി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 10 ജ്വല്ലറി എങ്ങനെയാണ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നിട്ടും ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഇതാ എന്റെ മോള് ഒരൊറ്റ ആഭരണം പോലും ഇട്ടിട്ടില്ല, ആകെ ഒരു നെക്ലസ് മാത്രമാണ്, കഴുത്തിലണിഞ്ഞ നെക്ലസ്. അതും ഷെയ്ഖ കൊടുത്തത് കൊണ്ട്, അഥവാ ഷെയ്ഖ് മുഹമ്മദിന്റെ വൈഫ് സമ്മാനമായി കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവൾ അത് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ഇടൂല എന്ന് പറഞ്ഞു. അപ്പൊ ഉള്ളവർ ഇല്ലാതെ ഇറങ്ങുമ്പോഴാണ് അതിന്റെ ഒരു സൗന്ദര്യമുള്ളത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഒരുപാട് ആഭരണങ്ങൾ കെട്ടിയടക്കാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആളെടുത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർ ചെയ്യുന്ന ഒരു പണിയുടെ പേരാണ്. വലിയ വീട് വെച്ചിട്ട് ഇങ്ങനെ, വലിയ കാർ വെച്ചിട്ട് ഇങ്ങനെ നെളിഞ്ഞിങ്ങനെ പോവൽ അധികം ഇല്ലാത്തവന്റെ പണിയാണ്. കുറച്ചും കൂടി ഉള്ളവൻ എന്താ ചെയ്യാ? വീടൊക്കെ വെക്കും, ഇതൊക്കെ ആക്കും. പക്ഷെ നാട്ടുകാർക്കിടയിലും എല്ലാ സഹായത്തിന്റെ ഇടയിലൊക്കെ അവനുണ്ടാവും. വലിയ വീട് വെച്ചവരൊക്കെ നെകളിപ്പിന്റെ ആൾക്കാരാണെന്നല്ല ഞാൻ പറയും. അപ്പൊ നമ്മൾ അതിന്റെ മുകൾ, നേരത്തെ പരുന്തിന്റെ കഥ പറഞ്ഞതുപോലെ, നമ്മൾ റോൾസ് റോയ്സ് കാർ വാങ്ങിയാൽ അതിനേക്കാൾ ഡിഗ്നിറ്റി നമ്മൾ എന്ന വ്യക്തിക്കുണ്ടായിരിക്കണം. അപ്പോഴേ നമ്മൾ റോൾസ് റോയ്സ് വാങ്ങാം. ഞാൻ എന്റെ അഭിപ്രായം പറയാം. അല്ലാതെ നമ്മളെ ഭരിക്കുന്ന കാറല്ല നമുക്ക് വേണ്ടത്. നമ്മളെ കൊണ്ട് നടക്കുമ്പോൾ അവന്റെ കാറൊക്കെ ഭയങ്കര ഉഷാറാണ്, അവൻ വളരെ മോശമാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ട് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബത്തിൽ പാലിക്കേണ്ടത് എന്താണെന്നറിയോ? അഥവാ നിങ്ങൾ മിച്ചം വെക്കണം, പിശുക്കരുത്, ധൂർത്തും പാടില്ല. പിശുക്കും ഇസ്ലാമല്ല, ധൂർത്തും ഇസ്ലാമല്ല, നടുവിലാണ്
വരികയാണ്. ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്നതിലെല്ലാം പെട്ടു. അഥവാ ഉസ്തയിലാണ്, മധ്യമമായ അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ആ മധ്യമാവസ്ഥയിൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് സാംസ്കാരിക ജീവിതമാണ്. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതത്തിൽ ഒരു ഹറാമും ഇല്ലാതിരിക്കണം. ഒന്നും കൂടി റിവേഴ്സിലേക്ക് പോട്ടെ. നമ്മുടെ കുട്ടികളെ കൊണ്ട് ഹറാമ് നമ്മൾ പഠിപ്പിക്കരുത്. ലോണ് വാങ്ങിച്ചിട്ട് മോശമായ പലിശ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ കുട്ടികളെ കൊണ്ട് നിങ്ങളത് വാങ്ങിപ്പിക്കല്ലേ. ലോണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ അനിവാര്യമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതും വിവാദമായേക്കാം ഒരു പക്ഷേ. കാരണം നിങ്ങൾ ലോണ് വാങ്ങരുത് എന്ന് ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകാരൊക്കെ പല പ്രശ്നമാക്കും. അത് നിയമ നടപടികളുണ്ട്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, അമിതമായ പലിശയിൽ മുങ്ങിക്കുളിച്ച് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കല്ലേ. ആവശ്യമുള്ളത് ചെയ്താൽ പോരെ. ഞാൻ ഇന്നാളൊരു സഹോദരനെ കണ്ട് എൻ്റെ അടുത്ത് കരഞ്ഞു വന്നിട്ട് പറയാണ്, 4 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായ ക്രെഡിറ്റ് എടുത്തിട്ട് അവസാനം ഞാൻ ആകെ കടക്കാരനായി. ഇപ്പൊ 80 ലക്ഷം രൂപയോളം കടാണ്. 4 ക്രെഡിറ്റ് കാർഡ് കൊണ്ട് 80 ലക്ഷം രൂപ കടം. ആര് പറഞ്ഞു ഇതിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കടങ്ങൾ 2 എണ്ണമാണ് ഖുദ്സിയായ ഹദീസിൽ. ഒന്നൊരു മനുഷ്യന്റെ അമിതമായ ആർത്തിയുടെ കടം, മറ്റൊന്ന് അവന്റെ അത്യാവശ്യത്തിന്റെ കടം. അത്യാവശ്യത്തിന്റെ കടം അല്ലാഹു വീട്ടിത്തരും, ആർത്തിയുടെ കടം അല്ലാഹു വീട്ടിത്തരികയില്ല. കാരണം ആർത്തി കൊണ്ടുണ്ടാകുന്ന കടം അത് അല്ലാഹുവിന്റെ ലേബലിൽ പെട്ടതല്ല. ഒരു മനുഷ്യന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, എന്നിട്ട് അവൻ 1 കോടി രൂപയുടെ വീട് വെച്ചു, അതവന്റെ 90 ലക്ഷം രൂപയുടെ ആർത്തിയാണ്. ആളുടെ 5 ലക്ഷം രൂപയുണ്ട്, അതുകൊണ്ടുള്ള കാറ് വാങ്ങുന്നതിന് പകരം അവൻ 50 ലക്ഷത്തിന്റെ രൂപ കട വാങ്ങി കാറ് വാങ്ങി, എങ്കിൽ 45 ലക്ഷം രൂപ അവന്റെ ആർത്തിയാണ്. അതുകൊണ്ട് അന്യ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യരുത്. ഈ ലോകത്തിൽ ഏറ്റവും വലിയൊരു സമ്പന്നനുണ്ട്, നിങ്ങൾ എടുത്തു നോക്കിക്കോ ഗൂഗിളിൽ. വാറൻ ബഫേ എന്നാണ് അദ്ദേഹത്തിന് പറയുക. വാറൻ ബഫേ ലോകത്തിലെ മുഴുവൻ ഷെയർ മാർക്കറ്റും അദ്ദേഹമാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വാറൻ ബഫറ്റ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ആ ടി ഉപയോഗിക്കാൻ പാടില്ല. വാറൻ ബഫേ. അദ്ദേഹം ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ മഹലിന്റെ പരിപാടിയിലായതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അദ്ദേഹം ഇപ്പൊ ഏത് പാർട്ടി അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടം അതൊക്കെ. രജനീകാന്തിന്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പോയസ് ഗാർഡിലാണ്. ഒരു സിനിമ അഭിനയിച്ചാൽ വാങ്ങിക്കുന്നത് 100 കോടി രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പോയസ് ഗാർഡിൽ അദ്ദേഹത്തിന്റെ വീട്ടില്, ആ വീട്ടിൽ പോയാൽ അതൊരു ചെറിയ വീടാണ്, അധികമൊന്നും ഇല്ലാത്ത. കാരണം അദ്ദേഹം എല്ലാ വർഷങ്ങളിലും ഹിമാലയ സാനുക്കളിലേക്ക് തപസ്സിരിക്കാൻ പോവാണ്. അതിന്റെ ഹൈന്ദവ ഭാഗമായിരിക്കാം അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കല്ല. പക്ഷേ ആളുകൾ ഉയർന്നവർ താഴ്ന്നു ജീവിക്കുമ്പോഴാണ് മനുഷ്യർക്കൊരു മാതൃകയായി ഉണ്ടാവുക. വലിയ വീട് വെച്ചത്, വലിയ കാറ് വെച്ചതിന് ഞാൻ വിമർശിക്കല്ല. അവനാന്റെ അടുത്തുള്ളതിനനുസരിച്ച് ഉണ്ടാക്കിക്കോട്ടെ എന്ന്. പി വി അബ്ദുൽ വഹാബ് സാഹിബ് 3 കോടി രൂപയുടെ വീട് വെച്ചു. അന്ന് ഞാൻ വ്യക്തിനെ പറയല്ല, അന്ന് എതിർ രാഷ്ട്രീയക്കാർ ഒരുപാട് പറഞ്ഞു, കണ്ടില്ലേ 3 കോടി രൂപയുടെ വീട് വെച്ചിരിക്കുന്നു എന്നൊക്കെ. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് എന്റെ അടുത്ത് 300 കോടി രൂപയുണ്ട്, അതിന്റെ 1% കൊണ്ടാണ് ഞാൻ വീട് വെച്ചത്. എല്ലാ വർഷവും 7.5 കോടി രൂപ ഞാൻ എന്താക്കണം, ഞാൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിന്റെ പകുതി പൈസ പോലും ആയിട്ടില്ല എന്റെ വീടിന്. ഈ കേരളക്കരയിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം, എന്റെ സമ്പത്തിന്റെ അഥവാ അവരുടെ സമ്പത്തിന്റെ 100-ൽ 1 പൈസ കൊണ്ട് വീട് വെച്ചവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. ഞാൻ അദ്ദേഹത്തെ വാഴ്ത്താൻ വേണ്ടി പറയല്ല. അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളടുത്ത് 100 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾ 10 കോടിയുടെ വീട് വെച്ചോ. അല്ലാതെ ആകെ 1 കോടി രൂപ കൊണ്ട് മത്സരിച്ചിട്ട് നമ്മൾ 10 കോടിയുടെ വീടാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ ബാലൻസ് ഏറ്റവും കൂടുതലായി കിടക്കുന്ന നമ്മുടെ സാമ്പത്തിക സുഭദ്രതയിലാണ്. സാമ്പത്തികം പ്രയാസമാകുമ്പോൾ മനുഷ്യനെ കൊണ്ട് വൃത്തികേടുകൾ ചെയ്യിപ്പിക്കും, മനുഷ്യനെ വൃത്തികേടിലേക്ക് പോകും. ഇപ്പൊ എത്രയോ ആളുകൾ എന്തൊക്കെയോ വീഡിയോ എടുത്ത് വിടാൻ പൈസക്ക് വേണ്ടി മാത്രം ശരീരത്തെ പോലും വിട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറും പൈസ മോഹികളായിട്ട്. ഇതെന്നും അവിടെ കിടക്കാണ്. ട്രാക്ക് റെക്കോർഡാണ്, ഒരിക്കലും മാറില്ലല്ലോ ഇത്. എന്തൊക്കെയോ ഒരു 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ 15,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കോലം കെട്ടി ഇറങ്ങുകയാണ് നമ്മൾ ഓരോരുത്തരും. അല്ല, കണ്ടന്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതിമനോഹരമായി കണ്ടന്റ് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്തോ. അതിന് അനുവാദം തരല്ല എങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷേ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന പൈസയ്ക്ക് വേണ്ടി എന്തിനും മോഹിക്കുന്ന ഒരാളായി നമ്മൾ മാറരുത്. നമ്മൾ മാറരുത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഒന്ന് ആഗ്രഹിക്കു പോവാണ്. അബൂബക്കർ ഫൈസിയെ, ഇവരെ പോലെ ഫൈസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് മദ്രസ പഠിപ്പിച്ചെന്ന്, നഹുവൊക്കെ പഠിപ്പിച്ചെന്ന്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കിതാബ് ഓതാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയപ്പോൾ അതും പഠിപ്പിച്ചെന്ന്. അങ്ങനത്തെ ഒരു മഹാമനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ വീടിന്റെ അവസ്ഥ നമുക്കറിയില്ലായിരുന്നു. അബൂബക്കർ ഫൈസി കോന്നല്ലൂരിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഖതീബ്. തങ്ങളുടെയൊക്കെ കാലഘട്ടത്തിന് തൊട്ട് ശേഷം, തങ്ങളവിടെ പഠിച്ചതിന് ശേഷമുള്ള ഖതീബ്, ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വീട് എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു മനുഷ്യനോടൊന്നും ചോദിക്കില്ല, ഒരു മനുഷ്യനോടും ഒന്നും.
എന്ത് തന്നെ പറഞ്ഞാലേ ആവശ്യമില്ല എന്നത്. നല്ല വയലറിയും പോകുന്നിടത്തേക്ക് വണ്ടിയിട്ട് എന്നാൽ ഞാൻ നടന്നിട്ടാണ്ട് വരാം, എന്നിട്ട് കറുത്ത ബാഗും തൊക്കത്ത് വെച്ചിട്ട് ഒറ്റ പോക്കാൻ. പാവം മനുഷ്യൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് തോന്നി ഉസ്താദിനൊന്ന് പോയി കാണണം. 15-20 കൊല്ലയ്ക്ക് ഞങ്ങൾ മഹലിൽ നിന്ന് പോയിട്ട് വയസ്സായിക്കണ്, കാണണമെന്ന് തോന്നി. ഞാൻ എന്റെ ജ്യേഷ്ഠനോട് മറ്റുള്ളവരോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ഉസ്താദിന്റെ അടുത്തേക്ക് പോയാലോ? അപ്പൊ ചിലർ പറഞ്ഞു, ഓ അവിടെ പോയി വരുമ്പോഴത്തേന് നേരം കുറയാൽ പലർക്കും വീടും അറിയില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് പോകാൻ. നല്ല മനുഷ്യന്മാരുടെ ഗതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നിങ്ങൾ വിട്ടേക്കും, നമ്മൾ അത്ര വലിയ നല്ല ആൾക്കാരൊന്നും ആവില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, അദ്ദേഹത്തെ പഠിപ്പിക്കല് കാര്യങ്ങൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. കുറേ പോണം. കോളിംഗ് ബെല്ല് നെക്കി, ചെറിയൊരു വീടാണ്. കോളിംഗ് ബെല്ല് നെക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ഭാര്യ ഉള്ളൂ, അദ്ദേഹം അവിടെ ഇല്ല. അഥവാ ഇയാള് ഭാര്യ മൂലക്ക് നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ ഉസ്താദിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, മിംസിലാണെന്ന് പറഞ്ഞു. ഏത് മിംസിൽ? ചിന്ന മിംസിൽ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി. മിംസിലെത്തി. ഞങ്ങൾ 5-8 ആൾക്കാരുണ്ട്. മിംസിലെത്തിയപ്പോ ഏകദേശം 10-11 മണിയായിട്ടുണ്ട്. ഡിസ്ചാർജ് ബില്ലും കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 79,000 രൂപയുടെ ബില്ല്. തലക്കൊരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ബില്ലാണ്. ഒരു മോനുണ്ട്, കുറെ പെൺകുട്ടികളും പിന്നെ ഒരു മോനാണ്. ആ മോന് ദർസ് പഠിക്കുന്ന മോനാണ്. കുറച്ച് വലിയ മോനാണെന്നാലും ജോലിയൊന്നും ആയിട്ടില്ല ആ സാധുവിന്. ഇങ്ങനെ ബില്ലും കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ച് ഇപ്പൊ റാഹത്തായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ മോനെ ഇങ്ങനെ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു, പൈസന്റെ കാര്യം എന്താ? അവനൊരൊറ്റ കരച്ചിലാണ്. ആ സാധുവിന്റെ കയ്യിൽ 10,000 രൂപ പോലും എടുക്കാനില്ല. 79,000 ബില്ല് വരുന്ന ആ സാധുവിന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്താണ് പഴയ ശിഷ്യന്മാരെ കയറി ചെല്ലുന്നത്. നമ്മളെ നിങ്ങൾ വിട്ടേക്കിൻ. എവിടെയോ കിടക്കുന്ന 17 കൊല്ലം മുമ്പേ പഠിപ്പിച്ചു വിട്ട ഏതോ കുട്ടികളുടെ മനസ്സിൽ ഒരു തോന്നൽ തോന്നിപ്പിച്ചതാര്? അള്ളാഹുവാണ്. ആ ഉസ്താദിനെ തേടി പുറപ്പെട്ടത് എന്ത്? അള്ളാഹുവാണ്. ആ ഉസ്താദിന്റെ നന്മയാണത്, ഒരിക്കലും പോയവരുടെ നന്മയായി നിങ്ങൾ കാണരുത്. ആ പാവം മനുഷ്യന് 11 മണിക്ക് മിംസിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോ 79,000 ബില്ല് കിട്ടുമെന്ന് പാവം അബൂബക്കർ ഫൈസിക്ക് അറിയില്ല. പക്ഷേ എവിടെയോ കിടക്കുന്നതും 17 കൊല്ലത്തിന് ശേഷമൊക്കെ സംസാരിക്കാൻ ഒരു പള്ളിയിൽ ഇരുന്നിട്ട് ആളെ കാണാൻ അന്ന് തന്നെ പഠിച്ചോൻ തർത്തീബാക്കാണ്. എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല, പക്ഷേ എന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാരും കൂടി ആ ബില്ല് അടച്ച് തീർക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈമാനുള്ള ഒരു മനുഷ്യൻ സാമ്പത്തികം മോഹിക്കാതെ മുന്നോട്ട് പോകുമ്പോ അവന് പ്രപഞ്ചത്തിനെ ഒരുക്കി കൊടുക്കുക എന്നത്, ആളുകളെ ഒരുക്കി കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ നിമിത്തമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ നിമിത്തം. അതുകൊണ്ട് നമ്മൾ ഹലാലായ രീതിയിലല്ലാതെ മുന്നോട്ട് പോകരുത്. ഒരിക്കലും ഒരു സെന്റ് പോലും മഞ്ഞേണ്ടത് നമ്മൾ ആഗ്രഹിക്കരുത്. വില കൂട്ടി പറഞ്ഞുകൊണ്ട് റിയൽ എസ്റ്റേറ്റുകാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നവരാകാം. അപ്പുറത്ത് 50,000 ആയിരിക്കും, എന്നിട്ട് മറ്റൊരുത്ത് പോയിട്ട് പറയാം 75 പറഞ്ഞത് 70 കിട്ടുന്നു, എന്നിട്ട് തലയിൽ കിട്ടുന്ന നമ്മളെ നാട്ടിലേക്ക് അതിന് പേര് പറയാം. ഹറാമാണ്, പച്ച ഹറാം. ഒരു മനുഷ്യന്റെ സ്വത്ത് വിൽക്കുക, ആ മനുഷ്യന്റെ സ്വത്ത് എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കയറ്റി വിൽക്കുക, അയാൾ എന്നിട്ട് അത് അറിയാതിരിക്കുക. നിങ്ങൾ വാങ്ങിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ തിരക്കടില്ല, വാങ്ങിക്കാതെ അദ്ദേഹത്തോടും ഇവിടെയും പറയാതെ തലയിൽ കെട്ടിയിട്ട് വിൽക്കുക ശുദ്ധ ഹറാമാണ്. അതെങ്ങാനും നമ്മുടെ മക്കളുടെ അടിവയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, ഇന്ന് നിങ്ങൾ കട്ടുണ്ടാക്കിയ 20,000 രൂപയല്ല 2 കോടി രൂപയുടെ നഷ്ടമായിരിക്കും ഇതേ മക്കള് ഭാവിയിൽ നിങ്ങൾക്കുണ്ടാക്കുക. അന്ന് നിങ്ങൾക്ക് നികത്താൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ 2 കോടിയുടെ നഷ്ടം നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടാക്കി തരിക. കാരണം ഹറാമായ മേഖലയുടെ ഈ രീതിയിൽ സമ്പാദിക്കുക എന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പക്ഷേ എനിക്കൊരു സുഹൃത്തുണ്ട്, നല്ല റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നത്. അയാൾ സത്യസന്ധമായിട്ട് പറയും, പേരൊന്നും ഞാൻ പറഞ്ഞില്ല, അയാൾ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുക. അയാൾ ഭയങ്കര സത്യസന്ധനായതുകൊണ്ട് കച്ചവടം കൂടുതൽ മൂപ്പർക്കാണ് നടക്കുന്നത്. ബോംബെയിൽ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു, അൽതാഫ്, അഡ്വക്കേറ്റ് അൽതാഫ്. ഞാൻ ജഡ്ജിമാരോട് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, അഡ്വക്കേറ്റ് അൽതാഫ് എങ്ങനെയോ ദീനുമായി ബന്ധപ്പെട്ട് അതിമനോഹരമായി ദീനിയായി ജീവിക്കണം എന്ന് വിചാരിച്ച് അന്നൊരു വലിയ ആലിമിനോട് പോയിട്ട് ചോദിച്ചു, ഞാൻ ഈ പരിപാടി നിർത്താൻ പോവാൻ, അഡ്വക്കേറ്റ് പണി നിർത്താൻ പോവാൻ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അത് നിർത്താൻ എനിക്ക് എന്താക്കണം, അനുവാദം തരണം. ഹൈക്കോടതിയിലെ വക്കീലാണ്, കാരണം വക്കീലാകുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം എന്ന് പറഞ്ഞു. അതിൽ ഈ ആലിമ് പറഞ്ഞു കൊടുത്ത്, ഒരു കേസിൽ എന്തായാലും ആൾക്കാർ നിങ്ങളോട് കളവ് പറയില്ലല്ലോ, നന്മയുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് കൊടുക്കും. ഒരാൾ രക്ഷപ്പെടാനുള്ള ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ, കളവ് പറയാതെ അയാളെ രക്ഷപ്പെടുത്താൻ നോക്ക്. അയാൾക്ക് ആദ്യം കേസുകൾ കുറവായി, കുറവായി. ബോംബെക്കാര് പറയാറുണ്ട്, പിന്നീട് അൽതാഫ് വളരെ പ്രശസ്തനായ അഡ്വക്കേറ്റായി മാറി. അങ്ങനെ ഒരു ഹൈന്ദവ ജഡ്ജി ചീഫ് ജസ്റ്റിസായി അവിടെ വന്നു.
ആ ആള് വിധിക്കുന്നതൊക്കെയും അൽത്താഫിന് അനുകൂലമായിട്ട് ആൾക്കാർക്ക് തോന്നി. അൽത്താഫ് വാദിക്കുന്നു, അൽത്താഫിന് അനുകൂലമായി വിധി പോലെ ആളുകൾക്ക് തോന്നിയപ്പോ നിങ്ങൾ എന്താ അൽത്താഫിന് അനുകൂലം പോലെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ആ പാവം സ്ത്രീ പറഞ്ഞത്ര അവിടുത്തെ ലോയേഴ്സ് ഫോറത്തോട്, അൽത്താഫിനെതിരെ ഞാൻ വിധിക്കുമ്പോൾ അത് ദൈവത്തിനെതിരെയുള്ള വിധിയായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നാണ്. ഒരു അഡ്വക്കേറ്റിനെ കുറിച്ച് ഒരു ജഡ്ജി പറഞ്ഞ വാക്കാണ്. നീതിയുക്തമായിട്ട് ആ ജഡ്ജിമാര് വാദിക്കുക. പക്ഷെ ഒരു അഡ്വക്കേറ്റ് സത്യസന്ധമായപ്പോ ഹൈന്ദവയായ ഒരു ലേഡി പോലും പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ പറയാന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനെതിരെയായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നത്. നമ്മുടെ ജോലിയിൽ നമ്മൾ സത്യസന്ധമായി മുന്നോട്ട് പോകും. ഒരിക്കൽ ട്രെയിനിൽ കയറിയപ്പോ ഒരു ഹൈന്ദവനായ ഒരു സഹോദരൻ, പിന്നെ അദ്ദേഹം ഒരു നായരാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ അബ്ദുള്ള എഞ്ചിനീയർ അറിയുമോ എന്ന് ചോദിച്ചു. എന്നെ കണ്ടപ്പോ ചോദിച്ചത്, ഓ ഞാൻ അറിയും, ഞാൻ അബ്ദുള്ള എഞ്ചിനീയർ അങ്ങനെ വാഴ്ത്തി പറയില്ല കേട്ടോ. അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു കേരളത്തിന്റെ. പിണറായി വിജയൻ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി സാറ് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോർഡിലെ ഡയറക്ടർഷിപ്പിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാം, എല്ലാ ദിവസവും 5:30 പോവാ. ഞാൻ ഹലാലിനെ കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞത് 5:30 മണിക്കാണ് ഓഫീസ് അടച്ച് പോവാ. വലിയ ഉദ്യോഗസ്ഥനാണ്. അതിനവസാന യാത്രയപ്പിന്റെ അന്ന് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ 5 മണിക്ക് ഓഫീസ് പൂട്ടേണ്ടത് 5:30 പൂട്ടിയിട്ട് പോണത്? അപ്പൊ ഇദ്ദേഹം മറുപടി പറഞ്ഞത്രേ, അത് ഞാൻ ഈ ളുഹർ അസർ എന്ന് പറഞ്ഞ 2 നിസ്കാരങ്ങളുണ്ട്, അത് ഞാൻ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക. 2നും കൂടി എനിക്ക് അരമണിക്കൂർ ചെലവാകാറുണ്ട്. അത് സർക്കാരിന്റെ കണക്കിൽ ഇല്ലാത്ത ഒന്നാണ്. ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒഴിവല്ലേ തരുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയം കൂടി ഞാൻ എടുക്കുന്നത് കൊണ്ട് അത്രയും സമയം കൂടി ഞാൻ സർക്കാരിന് വേണ്ടി ജോലി ചെയ്തില്ല എങ്കിൽ ഈ ശമ്പളം എനിക്ക് ഹറാമായി പോകും. അത് കുട്ടികൾക്ക് കൊടുത്താൽ അത് നിഷിദ്ധമാകും. എന്റെ മക്കൾ എനിക്കെതിരായി പോകും. ഇതാണ് സത്യസന്ധത. നിങ്ങൾ എവിടെ നിന്നിട്ടാ പറഞ്ഞത്, ആരോടാ ഇത് പറഞ്ഞെന്ന് എന്നോട് ചോദിക്കരുത്. കാരണം ഇത് നമ്മൾ പാലിച്ചേ പറ്റൂ. അല്ലാത്തതൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഹലാലായി ജീവിക്കാൻ നമുക്ക് പറ്റണം. സാംസ്കാരികപരമായ ജീവിതം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ജീവിതത്തിലാണ് കുടുംബത്തിന്റെ അന്തരീക്ഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് വിശ്വാസമാണ്, കർമ്മങ്ങളാണ്, സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് സാമൂഹിക അന്തരീക്ഷത്തിലെ സൂക്ഷ്മതയാണ്. ഇതൊക്കെ ദീനിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നാളെ നിങ്ങൾ ഉലമാക്കളോട് ചോദിക്കൂ, അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്ന ഈമാന്റെ കോടതിയുണ്ട്, ഇബാദത്തിന്റെ കോടതിയുണ്ട്. ഈ 2 കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നും കൂടി പറയാം, ഈമാന്റെ കോടതിയിൽ നിന്നും ഇബാദത്തിന്റെ കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടാലും രക്ഷപ്പെടാതെ നിൽക്കുന്ന ഒരു കോടതിയുണ്ട്. അത് ഹുഖൂഖുൽ ഇബാദാണ്. അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളോടുള്ള ബാധ്യതകൾ അതിൻ്റെതായ രീതിയിൽ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ കുടുങ്ങിപ്പോകുമെന്ന്. ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തേക്ക് പോകാൻ നേരത്തായിരിക്കും അഞ്ചം വന്നിട്ട് പറയാ, നിക്കവിടെ ഇന്റെ 1 സെന്റ് എടുത്തിട്ടുണ്ടവന്. അപ്പൊ അവിടെ സെന്റ് കൊടുക്കലല്ല പരിപാടി, ഇവന്റെ ഇബാദത്തെടുത്ത് കൊടുക്കലാണ്. ആ കാരണത്താൽ ഇവൻ മറുവശത്തേക്ക് ചാടേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. മുആമലാത്തും മുആശറാത്തും അത്ര പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ കുട്ടികളോട് നല്ല രീതിയിൽ വർത്തിക്കാൻ നമുക്ക് പറ്റണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കും. ഇതാ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, അവരെ മോശമായി നിങ്ങൾ കാണൽ, അവരെ സമൂഹത്തിന്റെ ഭാഗമാണ്. ഒന്നൊന്ന് മുടിയൊന്ന് തിരുത്തിവെട്ടി എന്നതിന്റെ പേരിൽ നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ലേ. അവരാ മുടിയൊക്കെ തിരിച്ചു വെട്ടുന്ന ഒരു കാലം വരുന്നതും കാത്ത് നമ്മൾ ഇരിക്കണം പ്രാർത്ഥനയോടെ. നിങ്ങളിവിടെ 45-50 വയസ്സായ ആൾക്കാർ ആ രീതിയിൽ മുടിവെട്ടുന്നത് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളക്കരയിൽ കാണാൻ സാധ്യതയില്ല. കാരണം 45-50 വയസ്സുകാരൊക്കെ അത്യാവശ്യം നല്ലപോലെ മുടിവെട്ടും, അല്ലാതെ കുട്ടികളെ മാതിരി വെട്ടൂല. കാരണം അതൊരു പ്രത്യേക പ്രായത്തിന്റെ ചാബല്യമാണ്. ഞാൻ അതിന് അനുവാദം തരല്ല, അങ്ങനെ വെട്ടണമെന്ന് പറയല്ല. അഥവാ ആരെങ്കിലും വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്നേഹത്തോടെ മറിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ നാട്ടിലൊരു മദ്യപാനിയായ ഒരു കുട്ടിയുണ്ടെന്ന് വെക്കാം, മഹലിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോ മദ്യപാനിയായ കുട്ടിയെ അങ്ങോട്ട് ഒഴിവാക്കലല്ല നമ്മുടെ ജീവിതം. പകരം അവനെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി കൗൺസിലിംഗും തെറാപ്പിയും നടത്തി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അതിമനോഹരമായി അവനെ മാറ്റിയെടുക്കലാണ് ഒരു മുസൽമാന്റെ ഉത്തരവാദിത്വം. ഒരു മുസൽമാന്റെ ഉത്തരവാദിത്വമാണ്. നമ്മളവനെ സ്നേഹത്തോടു കൂടിയേ പെരുമാറാം. അല്ലാതെ ഒരു മദ്യപാനിയാണ് എന്നതിന്റെ പേരിൽ തട്ടല്ലേ, എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ നമ്മൾ തള്ളി മാറ്റല്ലേ. പകരം അവനെ സ്നേഹപൂർവ്വം കൊണ്ടു നടത്തു. ഞാൻ എത്രയോ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്ത് ചെറുപ്പക്കാരനായ ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് നിന്ന് ഇറാനിൽ നിന്ന് വന്നതാണ്. ആ കാലത്ത് അങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്ത് അവൻ മദ്യപിച്ചു, വന്നിട്ടേ ഉള്ളൂ ഇസ്ലാമിലേക്ക്.
അത് കണ്ടു ഉമർ റളിയല്ലാഹു തആല 20 രാജ്യങ്ങൾ ഭരിക്കുന്ന ചക്രവർത്തിയാണ്. എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്. 20 ഭൗതിക രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിക്കുന്ന ചക്രവർത്തി കണ്ടുകൊണ്ട് പോയി. വല്ലാത്ത സങ്കടം. പള്ളിയിൽ പോയി നിസ്കരിച്ച് ഒരുപാട് ദുആ ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷം ഈ പയ്യൻ പള്ളിയിലേക്ക് വരികയാണ്. 1 മാസത്തേക്ക് നിസ്കരിക്കാൻ പള്ളിക്ക് വന്നില്ല. അവിടെ നിസ്കരിക്കുണ്ടാവും. പക്ഷെ അറിയാതെ അവന്റെ നാട്ടിലെ ശീലമൊന്നും ആയിപ്പോയതാണ്. ഉമർ റളിയല്ലാഹു തആല എന്നെ കാണാൻ വന്നു. ചില ആൾക്കാർ പ്രസംഗത്തിൽ സഹാബിയാണെന്നൊക്കെ പറയും. നഊദു ബില്ലാഹ്, സഹാബാക്കൾ അതൊന്നും ചെയ്യൂല. ചരിത്രം വായിക്കുമ്പോൾ അത് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും പള്ളിയിൽ നിന്ന് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു തആല ആഹ്ലാദത്തോടെ വിളിക്കാണ്, വാ മോനെ, വാ തആൽ അഖി തആൽ. ആ അടുത്തേക്ക് വിളിച്ച് നേരെ വന്നിട്ട് മിഹ്റാബിൽ നിന്ന്, ഏതാ മിഹ്റാബ് എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ടുള്ള മിഹ്റാബിൽ വെച്ചിട്ട് ഈ ഉമർ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിക്കാൻ, എന്നിട്ട് ആരും കേൾക്കാതെ ചെവിയിൽ മന്ത്രിച്ചു, മോനെ, നീ മദ്യപിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. ആ ചെറുപ്പക്കാരൻ കരഞ്ഞോണ്ട് ഇങ്ങോട്ട് സ്വകാര്യം പറയാണ്, ഞാൻ മദ്യപിച്ചത് നിങ്ങൾ ആരോടും പറയില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ ഉമറുൽ ഫാറൂഖ് ആണെന്ന് എനിക്കറിയാം, ആരോടും എന്നെ പറ്റി മോശം പറയില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല, ഇനി ഞാൻ മദ്യപിക്കുകയുമില്ല, ഈ മെഹ്റാബിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ മദ്യപിക്കുകയില്ല. ആ ചെറുപ്പക്കാരൻ പിന്നെ അങ്ങനെ തന്നെ ജീവിതാന്ത്യം വരെ കഴിഞ്ഞുകൂടി എന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃകയാണ് നമ്മുടെ മാതൃക. മദ്യപാനിയെ കണ്ടാലും നമ്മൾ അവന്റെ കൂടെ കൂടണ്ട, സ്നേഹത്തോടെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണം. അവന്റെ കൂടെ കൂടൽ വേറെ, നമ്മുടെ കൂട്ടത്തിൽ അവനെ കൂട്ടൽ വേറെ. ഇത് രണ്ടും രണ്ട് കൂടലാണ്. നമ്മുടെ കൂട്ടത്തിൽ അവനെ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയോളജിയിലേക്ക് അവനെ കൂട്ടലാണ്. അവന്റെ കൂടെ കൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി കൂടലാണ്. ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ നമ്മൾ പ്രത്യേകിച്ച്, എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ ഒരു ടെക്നോളജി ഫെസ്റ്റ് ആയിരുന്നു അത്. അവിടെ ഫുഡ് ഫെസ്റ്റ്, ടെക്നോളജി ഫെസ്റ്റ്, ഹെൽത്ത് ഫെസ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടെക്നോളജി ഫെസ്റ്റില് അവിടെ വളരെ മനോഹരമായി ജപ്പാനുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനമുണ്ട്, ഡാർക്ക് റൂം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെയാണ് എഞ്ചിൻ, സെർച്ച് എഞ്ചിൻ ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതായിരുന്നു അവരുടെ വിശദീകരണം. ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ എന്നതാണ്, അഥവാ ഡാർക്ക് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ മൊത്തം 200 ചില്ലാനം രാജ്യങ്ങളെ എടുത്താൽ സെർച്ച് എഞ്ചിനിൽ ബ്ലാക്ക് റൂമിലേക്ക്, ബ്ലാക്ക് ഹോളിലേക്ക്, ബ്ലാക്ക് എന്ന് പറയുന്നതിലേക്ക്, ആ ഇതിലേക്ക് പോകുന്ന ആൾക്കാർ ഇന്ത്യക്കാരാണ്. എന്താ കാര്യം? വൈരാഗ്യത്തിന്റെ സെർച്ചിങ്. ഈ രാഷ്ട്രീയക്കാർ അവരെ കുറിച്ച് പറയാൻ, ഈ മതക്കാർ അവരെ കുറിച്ച് പറയാൻ, ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ വന്നിട്ട് RSSകാർ വേറെ, മറ്റുള്ളവർ വേറെ, ഇവര് വേറെ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ഹോളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ബ്ലാക്ക് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? വെറുപ്പിന്റെ ബ്ലാക്ക് റൂം, വെളുപ്പിന്റെ ഹാർഡ് റൂം, ഇതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെറുപ്പക്കാരൻ കേട്ടാ പോടുന്നറിയോ? ഇവിടെ ഉണ്ടാകില്ല, ഈ പറയുന്ന മഹലിൽ ഉണ്ടാകില്ല. പക്ഷേ കുട്ടികൾ സെർച്ച് ചെയ്യുന്നത് മുഴുവനും ഗെയിമുകളാണ്, ചെറിയ മക്കള്. എന്നിട്ട് ഷൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ അതിന്റെ മുഴുവൻ പേര് പറയുന്നില്ല. ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഒരു പ്രത്യേക ദിശയിലെത്തുമ്പോൾ അവിടെ നിർത്തും. പണ്ട് ഡിങ്കനൊക്കെ വായിച്ച് ഓർമ്മയുണ്ടാക്കും നിങ്ങൾക്ക്. ബാലമംഗളത്തിലൊക്കെ കേരകനം കണ്ടിട്ട് മലക്ക് ഇങ്ങനെ പുലർത്തിയിട്ട് ഡിങ്കനെങ്ങനെ തല്ലാൻ നിൽക്കുമ്പോൾ അവിടെ തുടരും എന്നറിഞ്ഞാണ്. എന്നിട്ട് നമ്മൾ 15 ദിവസം കാത്തുക്കലാണ് എന്തായി ഇപ്പൊ അതെന്നറിയാം. ഇതേപോലെ ഗെയിമിനെ കൊണ്ടുപോയിട്ട് അവിടെ അങ്ങണ്ട് എന്റെ ചെയ്യും. ഇതൊരു പയ്യൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അതിന്റെ ബാക്കി അങ്ങണ്ടാകണമെങ്കിൽ 5000 റുപ്യ അടക്കാൻ പറയും. ഈ പയ്യൻ ഇങ്ങനെ അതൊരു തരം മയക്കുമരുന്നാണ് ഈ കളി എന്ന് പറഞ്ഞാൽ. കളി ഒരു മയക്കുമരുന്നാണ്. ആ മയക്കുണ്ട് കിട്ടിയിട്ട് ഇവൻ ഇതിന്റെ ബാക്കി കളിക്കണം, അന്ന് തന്നെ കളിക്കണം. അപ്പൊ ഇവന് പൈസ കിട്ടൂല. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഉമ്മാന്റെ പേഴ്സ് പോയി നോക്കും, ഉണ്ടാകൂല. ഉമ്മാന്റെ കമ്മല് പോയി നോക്കും, ഉണ്ടാകൂല. എവിടെയെങ്കിലും ഉള്ളോടത്തുനിന്ന് ഇവൻ കട്ടെടുക്കും. കാരണം ഇവൻക്ക് അതിന്റെ ബാക്കി കളി ഇന്ന് കളിക്കണം. ഇതൊരു തരം മയക്കുമരുന്നായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കളിച്ച് അതിന്റെ മുകളിലേക്ക് കളിക്കാൻ എവിടുന്നാ അവർക്ക് പൈസ എന്നറിയുന്നു. ഈ അടുത്തിടെ ഒരു സ്കൂളുകാർ പറയാണ്, കുട്ടികളെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 4 ആൾക്കാരെ കയ്യിൽ നിന്ന് 5000 റുപ്യ കിട്ടി. ഒരു ക്ലാസ്സിലെ 4 പിള്ളേരുടെ കയ്യിൽ നിന്ന് 5000 രൂപ വീതം. ഞങ്ങൾ രക്ഷിതാക്കളെ വിളിച്ചപ്പോ പല രക്ഷിതാക്കളുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അപ്പൊ എന്താ സാധനം? ഈ ഗെയിമിന് വേണ്ടി അടക്കാനാണ്. ഇതിന്റെ മാഫിയകളുണ്ട്. ഇവരാ ഗെയിമിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയും, ഇനി ഇത് ബാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ 20,000 അടക്കണം എന്ന് പറയും. അത്ര സ്ട്രോങ്. അതിൽ ഒരു ജില്ലയിലെ, ഇന്ന ജില്ല എന്ന് ഞാൻ പറഞ്ഞു, ആ ജില്ലയിലെ പെൺകുട്ടി അവനായിട്ട് ചാറ്റ് ചെയ്തു. അങ്ങനെ മോശമായ ചാറ്റിങ്ങിലേക്ക് പോയി. പിന്നെ ആ പെൺകുട്ടി പറയാണ്, ഞാൻ എന്റെ വാപ്പാനെ അറിയിക്കുന്നു. ആ കുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്യും. അപ്പൊ ചാറ്റിങ്ങിലൂടെ ആത്മഹത്യ, ഡാർക്ക് റൂമിലൂടെ ആത്മഹത്യ.
പിന്നെ അതിന്റെ പുറമെയാകട്ടെ മദ്രസയിൽ പോകുന്ന കുട്ടികളോട് വരെ ഞാൻ പറയാം, മദ്രസ 6:30 തുടങ്ങുന്നു, അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങുന്നു. ആ പോകുന്ന സമയത്ത് ബൈക്കേര് വരികയാണ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞ നമ്മളെക്കാളും ആവേശമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിയുടെ അടുക്കലേക്ക് പിന്നെ ബൈക്കാരൻ തിരിച്ചു വരികയാണ്. നല്ല മോനട്ടോ, ഇങ്ങനെ വഴി പറഞ്ഞു നല്ല മുടുക്കൻ, ഇതായി മുട്ടായി കഴിച്ചെന്ന് പറയുമ്പോൾ മഞ്ഞ മുട്ടായും കെടുത്ത്. ഈ കുട്ടി ആ മഞ്ഞ മുട്ടായി കിട്ടിയതല്ല വിചാരിച്ച് പാവം നിഷ്കളങ്കമായി മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ഇതാണ്ട് കഴിക്കാൻ. ആ കുട്ടി അന്ന് മുതൽ ഇതിന് അഡിക്ഷനായി. കാരണം അത് മയക്കുമരുന്നിന്റെ മിഠായി ആയിരുന്നു. ഇയാൾക്ക് ഈ വഴി അറിയായിട്ടൊന്നല്ലേ ചോദിക്കണത്. റാപ്പോ ബിൽഡിംഗ് എന്നതിന് പറയാ. പോകുന്ന കുട്ടികളോടൊരു ബന്ധം ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് വഴി ചോദിക്കണം. എന്നിട്ട് ഈ കുട്ടിയേക്ക് അത് കൊടുക്കുക. എന്നിട്ട് ഈ കുട്ടി പറയാ, പിറ്റേന്ന് ഞാൻ അതിന് കാത്തുനിന്നു, ഈ മിഠായി കിട്ടാൻ കാത്തുനിന്നു, അത്ര വീര്യമേറിയ മിഠായി. പിന്നെയും കാത്തുനിന്നു. പിന്നെ അത് കിട്ടണമെങ്കിൽ ഞാൻ കുറെ കുട്ടിയേക്ക് കൊടുക്കണം എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് കുട്ടിയേക്ക് കൊടുത്ത് പൈസയും വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഉപയോഗിച്ചവനെ കരിയറാക്കി മാറ്റുന്ന, കുട്ടികളെ പോലും ഉപയോഗിക്കുന്ന ഡ്രഗ് മാഫിയ ഈ ലോകത്തിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർക്കും അതിൽ കമ്മീഷനൊക്കെ ഉണ്ടാവും. നിങ്ങൾ കേട്ടില്ലേ, 3000 കോടിയുടെ 1600 കോടിയുടെ കപ്പല്, മയക്കുമരുന്നിന്റെ കപ്പൽ ഇന്നടത്ത് പിടിച്ചു എന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ? ഇന്ത്യയുടെ ഓരങ്ങളിൽ. കാരണം ഇന്ത്യ 1ാം നമ്പർ കൺസ്യൂമർ നേഷനാണ്. ലോകത്തിൽ 700 കോടി ജനങ്ങളുണ്ടെങ്കിൽ 132 കോടി ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ്. ഈ ഇന്ത്യയിലേക്കായി സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യക്കാർ ഉപയോഗിക്കണ മാതിരി ഒരു 35 രാജ്യത്ത് പോകേണ്ട ഒരു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? 132 കോടി ജനങ്ങളെ കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ 230ഓളം രാജ്യങ്ങൾ കൂടിയിട്ട് 700 കോടി ഉള്ളത്. അപ്പൊ അതിനെ ഒരു 100 കോടിയായിട്ട് ചുരുക്കി 150ഓളം കോടിയാക്കി ചുരുക്കാൻ 35 രാജ്യത്ത് ഒന്നിച്ചു കൊടുക്കണമില്ല ഇന്ത്യ കൊടുത്താലെന്ന്. ഇന്ത്യനെ ഇത്രമാത്രം വിദേശികൾ സ്നേഹിക്കുന്നത് എന്താണെന്നാണ് നിങ്ങൾക്ക്? നമ്മൾ വിചാരിച്ചത് ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ മിടുക്കൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭയങ്കര പന്തത്തിന്റെ മിടുക്കൊണ്ടെന്ന്. ഒരു മിടുക്കൊണ്ടല്ല. കാരണം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ നേഷൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലം അതാണ്. പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റിയ, പക്ഷെ അവർ സെൽഫ് സഫിഷ്യന്റ് ആണ്. അവരിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റൂല. പിന്നാകെ കയറി നിരങ്ങാൻ പറ്റുന്ന സ്ഥലം ഇന്ത്യയാണ്. ആ ഇന്ത്യയിലേക്ക് കാറ് കൊടുക്കാൻ, വാച്ച് കൊടുക്കാൻ, മയക്കുമരുന്ന് കൊടുക്കാൻ, എല്ലാറ്റിനും ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇതാണ്. കാരണം ഒറ്റ വരവിൽ എല്ലാം വിറ്റ് ചെലവാക്കാം. അതിന് പറ്റിയ പടനിലവുമാണ്. അതുകൊണ്ടാണ് അവർ ഇന്ത്യനെ എത്ര ഇഷ്ടപ്പെടുന്നത്. ഈ ഇന്ത്യയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ്. നിങ്ങളൊന്ന് വളരെ മനസ്സ് വെച്ചൊന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കിട്ടുന്നെന്ന് പറയല്ല, പക്ഷെ എളുപ്പമാണ്. രക്ഷിതാക്കൾ കേൾക്കാനാണ് ഞാൻ പറഞ്ഞത്. എളുപ്പമാണ്. ജസ്റ്റ് മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അവർക്ക് അതിന്റെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെത്തിച്ചു കൊടുക്കുന്നു നിങ്ങളുടെ വീട്ടിൽ. ഞാൻ കൗൺസിലിങ്ങിന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഇവർക്ക് എത്തിച്ചു കൊടുക്കണം എങ്ങനെയെന്നറിയോ? എന്നിട്ട് ഇത് എത്തിച്ചിട്ട് അവിടുത്തെ ഒരു പീടികയുടെ ഭാഗത്തൊരു പൊത്തിൽ വെച്ചിട്ട് കല്ലൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇവർക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കാണ്. അവിടെ ഈ സാധനം എടുക്കേണ്ടതെന്ന്. ഈ ഗൂഗിൾ പേ എന്ന് പോയ മെസ്സേജ് വരും. ആ മെസ്സേജ് ഇവർ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളോട് പറയാം. ഗൂഗിൾ പേ എന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരും. ആ മെസ്സേജ് വരാനുള്ള ഓപ്ഷൻ ഇവർ ഓഫാക്കി വെച്ചിട്ടാണ് ഈ പൈസകളൊക്കെ. വിചാരിക്കണ മെസ്സേജ് തന്നിട്ടില്ലല്ലോ. നിങ്ങളെ ഓരോരുത്തരെയും കരുണീയപ്പെടുത്താൻ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഓരോ നാട്ടിലെയും പോക്കറ്റുകളിൽ ആളുകൾ രാത്രിയിൽ വന്നുകൊണ്ടിരിക്കാൻ 12 മണിക്കും 1 മണിക്കും ഈ ഓരത്തിലൂടെ ഏതെങ്കിലും ബൈക്കുകാരൻ പോകുമ്പോ അവരെ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് ആക്രമിക്കാതെ ചോദിക്കണം, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പോലീസുകാരൻ നമ്മളോട് പറയുന്നു, ഇതിലെ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്ത് DYSP ഉണ്ടാകാറുണ്ട്, SP സാർ ഉണ്ടാകാറുണ്ട്, CI സാർ ഉണ്ടാകാറുണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, ഈ പറയുന്ന നാട്ടരികിലൂടെ ഏതെങ്കിലും നാടുവഴികളിലൂടെ 1 മണിക്കും 2 മണിക്കൊക്കെ ഏതെങ്കിലും ഒരു ബൈക്കുകാരൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആള് പോവുകയാണെങ്കിൽ അവിടെ തടഞ്ഞു വെച്ചേക്കണം, ആക്രമിക്കരുത്. ഉടനെ നിങ്ങൾ പോലീസിലേക്ക് വിവരം അറിയിക്കണമെന്നാണ്. കാരണം രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കുമാണ് ഈ കരിയേഴ്സ് ഇത് നാടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. കുടുംബജീവിതം നമ്മൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ന് ഡാർക്ക് റൂമിന്റെ കാലഘട്ടം, മയക്കുമരുന്നിന്റെ കാലഘട്ടം. ഞാൻ ഈ കുട്ടികളെ സ്നേഹത്തോടെ പറയാൻ, 4 മണിക്ക് ഇറങ്ങി പോവാൻ, ആ പോകുന്ന സമയത്ത് ഇവരെയും കൊണ്ട് പോവാൻ ഉമ്മനോട് സ്നേഹത്തോടെ പറയാണ്, ഉമ്മ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ എന്ന്. ഉമ്മനോട് വല്ല സ്നേഹത്തിൽ പറഞ്ഞ് വരാണ്ട് കൊണ്ടുപോവാൻ. എന്നിട്ടൊരു പാറപ്പുറത്തിരുന്ന് വർത്തമാനം പറയുന്നു. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നു. ഇവൻ പറയാണ്, മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോ നിസ്കരിക്കാൻ പോകാൻ പോലും എന്നെ സമ്മതിച്ചില്ല. എന്റെ ഉമ്മയാകട്ടെ, കരഞ്ഞോണ്ടാൻ പറഞ്ഞത്, എന്റെ ഉമ്മയാകട്ടെ രാത്രി തഹജ്ജുദും കൂടി നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ട് പോലും ഞാൻ പോയില്ല നിസ്കരിക്കാൻ. കുറച്ചു നേരം കൂടി ഇരുന്നപ്പോ 2 ആൾക്കാർ എഴുന്നേറ്റ് പോയി. അവർ കുറച്ച് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. അവിടെ കയ്യിൽ കുപ്പി ഉണ്ടായിരുന്നു. എന്നെ പെട്ടെന്ന് കയ്യും കാലൊക്കെ പിടിച്ച്, കാരണം എന്റെ ബർത്ത്ഡേ ആണല്ലോ, ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ, അതൊക്കെ നിങ്ങൾ വേറെ തീരുമാനിച്ചോളൂ, ഞാൻ മീഡിയയിലൂടെ പറയുന്നില്ല. ഏതായാലും ഞാൻ ആ പണികൾക്ക്
പണിക്കൊന്നും എല്ലാം നിൽക്കാറില്ല. കാരണം ഓരോ മതത്തിന്റെ ആചാരത്തിനനുസരിച്ച് നിന്നാൽ മതി. മറ്റുള്ളവരെ കാണിക്കുന്ന പണിക്കൊന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഏതായിരുന്നാലും ശരിതാ ഇങ്ങനെ മലർത്തിക്കിടത്തി കൈ ചവിട്ടിപ്പിടിച്ച് കാല് ചവിട്ടിപ്പിടിച്ച് അതുവരെ മദ്യമെന്തെന്ന് കാണാത്ത പാവം പയ്യന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് വീരമേറിയ മദ്യം. എന്താ കാരണം എന്നറിയോ? ഓൺലി ബിക്കോസ് ഓഫ് സെലിബ്രേഷൻ. അന്ന് അവന്റെ ബർത്ത്ഡേ ആണ് എന്ന ഒരൊറ്റ ആഘോഷ പരിപാടിയാണിത്. അതുകൊണ്ട് ആഘോഷ പരിപാടികളിലാണ് കുട്ടികൾ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മഹല്ല്, സംശയത്തോടെ നമ്മളെ കുട്ടികളെ കാണണ്ട. പാവം മക്കളാണ്. ഇവരതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല കൽമോസുകരാകണം. അത് നിർബന്ധമാണ്. ഞാനൊരു കാസർഗോഡ് ജില്ലയിലെ ഒരു മഹല്ലിൽ പോയപ്പോ അവിടെ 62ഓളം ആ മഹല്ലിലെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നവർ കണ്ടു. നമ്മൾ പറഞ്ഞ നിർദ്ദേശപ്രകാരം അവരുടെ പേരുകളൊക്കെ കൈമാറി അവരെ പേഴ്സണൽ കൗൺസിലിങ്ങിന് വിളിപ്പിച്ചു. അതിനുശേഷം അവർക്ക് നല്ല തെറാപ്പിയൊക്കെ ചെയ്ത് കുറച്ച് ആൾക്കാരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഗൾഫിൽ ഏറ്റവും ടോപ്പായി നടത്തുന്ന വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ ഈ 64 കുട്ടികൾക്ക് അയാൾക്ക് 10-20 ഹൈപ്പർ മാർക്കറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പലയിടത്തേക്കും വിട്ട് ആ കുട്ടികൾ ഇപ്പോൾ ഉഷാറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹല്ല് മെനക്കെട്ടാൽ ഇതൊക്കെ ഇല്ലാതെയാകും. പക്ഷെ മഹല്ല് മെനക്കെടണം. മഹല്ല് എന്ന് പറഞ്ഞാൽ പള്ളിയും മദ്രസയും മാത്രം കൊണ്ടുപോകുന്ന ഒരു ടീമിന്റെ പേരല്ല. ദയവ് ചെയ്തിട്ട് ഈ കുട്ടികൾ വരുമ്പോ ഞങ്ങൾ ഉപദേശിക്കല്ലോ. ഈ കുട്ടികൾ നിസ്കരിക്കാൻ വരുമ്പോ ചിലപ്പോ അതുവരെ നിസ്കരിക്കാൻ വരാതെ ഏതോ ഒരു യൂട്യൂബിലെ പ്രസംഗം കേട്ടിട്ട് ആ സാധു ആദ്യമായിട്ട് ളുഹറിന് വന്നതോ, അപ്പൊ പ്രസിഡന്റ് മുതൽ എല്ലാവരും തുറിച്ചൊരു നോക്കലാണ്. ഈയിപ്പ് എന്തിനാ വന്നിക്കണെന്നുള്ള കോലത്ത് ദയവ് ചെയ്ത് നോക്കല്ലേ. ചിലപ്പോ അവന്റെ മുടി അങ്ങനെയാകാം, പാന്റ് അങ്ങനെയാകാം. അവൻ വരട്ടെ, സ്നേഹത്തോടെ അവനെ കൈകാര്യം ചെയ്യും. അവനെ കൂടുതൽ സ്നേഹത്തോടെ കാണും. പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ചായയൊക്കെ വിളമ്പിക്കൊടുക്കും. ദയവേത് ഫാൻ ഓഫ് ആക്കല്ലേ. ഇവിടെ അത് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. കുട്ടികൾ വന്നൊന്ന് ഫാൻ ഇട്ട് നിസ്കരിക്കുമ്പോൾ ഇതിന് മുക്രിയാക്ക പോയിട്ട് ഒരൊറ്റ ഓഫ് ആക്കല്ല. ഇവിടെ അത് ഉണ്ടാവില്ല. അതുകൊണ്ട് അത്ര ധൈര്യത്തിൽ പറഞ്ഞു. ആ പരിപാടിയെ പാടില്ല. കറണ്ട് ബില്ല് കുറച്ച് കൂടിയാലും വേണ്ടില്ല, കുട്ടികൾ പള്ളികൾക്ക് വരട്ടെ. ചിലപ്പോ പൈപ്പ് തുറന്നിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുടിയൊക്കെ ശരിയാക്കുണ്ടാവും. അതൊക്കെ ഈ പ്രായത്തിന്റെ ഒന്നാണെന്നാണ്. നമുക്ക് 1 ലിറ്റർ വെള്ളം പോകുന്നുള്ളൂ, എന്നാൽ ആ കുട്ടി പള്ളിയിട്ട് ബന്ധപ്പെടുമല്ലോ. നിങ്ങൾ 1000 ലിറ്റർ വെള്ളം കൊടുത്താൽ ഒരു കുട്ടി പള്ളിക്കൊക്കെ വരൂലല്ലോ. അതുകൊണ്ടൊരു വിശാലത കാണിക്കണം നമ്മൾ. ദയവ് ചെയ്തിട്ട് എന്താക്കരുത്, നമ്മൾ അവിടെ ഇവിടെ ഒന്നും ഇങ്ങനെ എഴുതിയേക്കരുത്. ഞാൻ മഹലിനെ തിരുത്താൻ വന്നിക്കല്ലോ. വെള്ളം അമൂല്യമാണ്, സൂക്ഷിച്ചുപയോഗിക്കുക. അതൊക്കെ കൽപ്പനകളാണ്. നമ്മൾ കൽപ്പന ഒന്നുമില്ല. സുഹൃത്തെ, ഇങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? സുഹൃത്തെ, വെള്ളം അമൂല്യം, ശ്രദ്ധിക്കുമല്ലോ. എത്ര രസമായിരിക്കും അത് കണ്ടാൽ. UK ടോയ്ലറ്റ് കണ്ട് കയറിയാൽ അവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ കയറുന്നുണ്ടാവുള്ളൂ. അവിടെ എഴുതിയിട്ടുണ്ടാവും താങ്ക്സ് ഫോർ യുവർ ഫ്ലഷ്. നിങ്ങൾ ഫ്ലഷ് ചെയ്തതിന് നന്ദി. നമ്മൾ ഫ്ലഷേ ചെയ്തിട്ടില്ല. അത് കണ്ട് ആരെങ്കിലും ഫ്ലഷ് ചെയ്യാതെ വരും. അപ്പോൾ ആ വാക്കാണ് നമ്മൾ എന്താക്കേണ്ടത്? പള്ളിയിൽ എഴുതി വെക്കണം. മനസ്സിലായോ? അതായത് കൽപ്പനകൾ പാടില്ല. അങ്ങോട്ട് കൽപ്പന, ഇങ്ങനെ കൽപ്പന, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. അവസാനം നമ്മളെ ഉണ്ടാവുള്ളൂ. ഈ 60-70 വയസ്സായ ആൾക്കാരെ പിന്നെ പള്ളിക്ക് ഉണ്ടാവുള്ളൂ. ഈ തലമുറയിലെ കുട്ടികൾ ഉണ്ടാവില്ല. ഞാൻ പറയാ, നിങ്ങളൊരു വിവാദ പ്രസ്താവനയായിട്ട് എടുക്കരുത്. ഞാൻ പറയാം, പള്ളിന്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ശല്യമില്ലാത്ത രീതിയിൽ അങ്ങനെ പള്ളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ. E.T. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ കൂടെ ഓസ്ട്രേലിയയിൽ പരിപാടിക്ക് പോയപ്പോ ഓസ്ട്രേലിയ ഒരു പള്ളിന്റെ ചുറ്റട്ടത്ത് 7 ടർഫുണ്ട്. എന്നോട് E.T. ബഷീർക്ക് പറഞ്ഞ് ഇതേപോലെ ഒരു പള്ളി ഞമ്മക്കും വേണം നാട്ടിലുണ്ടാക്കാന്ന്. എന്താ കാര്യം എന്നറിയോ? പള്ളിക്ക് വരുന്നവര് മുഴുവനും ടർഫിലുണ്ടാവും, ടർഫിൽ പോണവര് മുഴുവനും പള്ളിക്കലുണ്ടാവും. നമ്മുടെ നാട്ടില് പള്ളിക്ക് പോണവര് ടർഫുക്കും പോവില്ല, ടർഫ് പോണവര് പള്ളിക്കും പോവില്ല. ഞങ്ങളെ നാടിനെ കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങളെ നാട് നല്ല നാടായിരുന്നു. അതുകൊണ്ട് ഏത് ടർഫ് കളിക്കുമ്പോഴും, ഏത് ക്രിക്കറ്റുകാരന്റെ ക്രിക്കറ്റിൽ നിന്ന് ബാറ്റിൽ നിന്ന് സിക്സർ പായുമ്പോഴും അല്ലാഹു അക്ബർ എന്ന വിളി മുഴങ്ങുമ്പോ എനിക്ക് ക്രിക്കറ്റ്, അല്ലാഹു അക്ബർ എന്ന അല്ലാഹു മഹാൻ എന്ന് മാത്രല്ല പറഞ്ഞത്, എനിക്കെന്റെ കളിയേക്കാൾ വലുത് അല്ലാഹുവാണ്, എനിക്കെന്റെ യാത്രയേക്കാൾ വലുത് അല്ലാഹുവാണ്, എനിക്കെന്റെ ആനന്ദത്തേക്കാൾ വലുത് അല്ലാഹുവാണ്, എനിക്കെന്റെ കച്ചവടത്തേക്കാൾ വലുത് അല്ലാഹുവാണ്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അർത്ഥം. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണെന്നല്ല, മറ്റുള്ളതൊക്കെ ചെറിയതാണെന്നും കൂടിയാണ് ഇതിന്റെ അർത്ഥം. അവിടെ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്ന്. അങ്ങനെ ഉത്തരം നൽകിക്കൊണ്ട് പോകാൻ നമുക്ക് പറ്റണം. അങ്ങനെ കുട്ടികളെ നല്ല രീതിയിൽ പരിപാലിക്കണം. എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് നിങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പെണ്ണുങ്ങളും നല്ല കോൺഫിഡൻസ് ഈ കുട്ടിക്ക് കൊടുക്കണം. എന്ത് കോൺഫിഡൻസ് എന്നറിയോ? ഉമ്മമാര് നല്ല സ്നേഹനിധികളായിരിക്കണം. കുട്ടിയൊക്കെ വന്നിട്ടൊക്കെ തുറന്ന് പറയാൻ പറ്റിയ ഒരു കൂട്ടുകാരി കൂടി ആയിരിക്കണം ഉമ്മ. മോൻ വന്നിട്ട് പറയാണ്, ഉമ്മ പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നീ ഉണ്ടാ പോയിക്കോടുന്നു, എന്റെ വർത്തമാനം കേൾക്കാൻ എനിക്ക് പണി തന്നെ വിടല്ലേ. അവന്റെ മുഴുവൻ കാര്യങ്ങളും കേൾക്കും. കൊച്ചുകുട്ടിയെ കഥ കേൾപ്പിക്കുന്നത് പോലെ അടുത്തിരുത്തി കേൾപ്പിക്കും. ഒരു കൂട്ടുകാരിയെ പോലെ കേൾക്കും. പിതാവ് ഒരു കൂട്ടുകാരനെ പോലെ ആയാൽ എന്ത് രസാന്നറിയോ? ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ മക്കളൊക്കെ എന്റെ ഫ്രണ്ട്സാണ്.
നല്ല രസമാണത്. പോകുമ്പോ ഒന്നിച്ച് പോവുക, കുളത്തേക്ക് കുളിക്കാൻ പോകുമ്പോ ഒന്നിച്ച് പോവുക, എന്നിട്ട് അവരെന്നെ പിടിച്ച് തള്ളുക, ഞാൻ അവരെ പിടിച്ച് തള്ളുക. അതൊക്കെ ഒരു രസകരമായ ലോകമാണ്. നിങ്ങൾ വേണമെങ്കിൽ ആസ്വദിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളെ പുറത്തിരുത്തിയിട്ട് ആനയായിട്ട് കളിപ്പിക്കുമായിരുന്നു. ആനയായിട്ട് കളിപ്പിക്കുമായിരുന്നു. ഹദീസുകൾ പരിശോധിച്ച് നോക്കി ഉലമാക്കളോട് ചോദിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇമാമത്തിക്കൽ മാത്രമല്ലായിരുന്നു പണി. വീട്ടിൽ വന്നാൽ ആനയായി ആരായി നിന്ന് കൊടുക്കുന്നത്. 23 കൊല്ലം കൊണ്ട് 2300 കൊല്ലത്തിന്റെ അപ്പുറത്തേക്കും കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് കളിരൂപത്തിൽ നിൽക്കണം. ഉപദേശിക്കേണ്ട രീതിയിൽ ഉപദേശിക്കണം. ശിക്ഷണം കൊടുക്കേണ്ടടുത്ത് ശിക്ഷണം കൊടുക്കണം. കളിക്കിപ്പിങ്ങുമ്പോൾ നമ്മൾ കളിപ്പിക്കണം. പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ കച്ചവടക്കാരൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. നമ്മുടെ കച്ചവടത്തിൽ 3 ആളുകളെ നമ്മൾ പാർട്ട്ണറാക്കണം. 3 ആളുകളെ. ഒന്നാമത് പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം പിതാവിനാണ്. ഗൾഫ് രാജ്യത്ത് കുറെ കാലമായി ചെന്ന് അധ്വാനിച്ച് നമ്മളെ ഇത്രത്തോളമാക്കി നമ്മൾ വലിയ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ 1% അവകാശം പോലും ഇല്ലാതെ ഒരു കച്ചവടം നമ്മൾ തുടങ്ങല്ലേ. നമ്മുടെ പിതാവിനായിരിക്കണം അതുണ്ടാകേണ്ടത്. അമ്മാവന്റെ മകന്റെ കട്ടില വെപ്പ് നടന്നു. കട്ടില വെപ്പ് മനസ്സിലായല്ലോ, വീടിന്റെ കട്ടില വെപ്പ്. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, മോനെ വാപ്പ കുറെ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്, അവൻ അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, അവൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഉമ്മാനെ കൊണ്ട് ചെയ്തു. കട്ടില പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ഏകദേശം 75-80 വയസ്സുള്ള ആളാണ് കട്ടില വെച്ചത്. ഉമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാരണം ഉമ്മയുടെ കണ്ണുനീരം നൊലിക്കാനുണ്ട് ആ സമയത്ത്. അത് 40 കൊല്ലത്തെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ 50 കൊല്ലത്തെ പ്രാർത്ഥനയാണ്. സ്വന്തം ഉമ്മയാണ് നമ്മുടെ ഉദ്ഘാടനങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ അന്യരായ ആൾക്കാരെല്ലാരും കൂടി കൂട്ടിയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കൂട്ടിയിട്ട് ഉമ്മ ചാവി തുറക്കട്ടെ, ഉമ്മ കട്ടില വെക്കട്ടെ. ഉമ്മയുടെ കണ്ണിന്നപ്പൊരു കണ്ണീര് വരാനുണ്ട്, സന്തോഷത്തിന്റെയും അതുവരേക്കുള്ള പ്രാർത്ഥനയുടെയും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നമ്മളെ എല്ലാറ്റിലും പങ്കാളിയാക്കണം. ഉമ്മ ഇങ്ങനെ എന്നും മോനെ 5000 പേരോ എനിക്ക് അവിടെ കൊടുക്കാണ്ടെന്നാണ് യാചകയാക്കല്ലേ നമ്മുടെ ഉമ്മയെ. ഉമ്മക്ക് നിങ്ങൾ എല്ലാ കാര്യം ചെയ്തു കൊടുത്തോ. പക്ഷേ ഓരോ മാസത്തിലും നമ്മുടെ കച്ചവടത്തിൽ നിന്ന് ഒരു 10,000 രൂപയെങ്കിലും നമ്മുടെ ഉമ്മാക്ക് സ്വന്തമായിട്ട് കയ്യിൽ വരണം. കാരണം ഉമ്മാക്ക് കുറെ ആൾക്കാർക്ക് കൊടുക്കാണ്ട്, പള്ളിക്ക് കൊടുക്കാണ്ട്, അതൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കാൻ ചിലപ്പോൾ ഒരു മടി ഉമ്മാക്ക് ഉണ്ടാകും. അതിന് വക കൊടുക്കല്ലേ. ഉമ്മയെ നമ്മൾ പാർട്ട്ണറാക്കി. ഞാൻ പറയാ, ഞാനിത് ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ തുടങ്ങിയിട്ട് ദുബായിൽ നിന്ന് എത്ര ആൾക്കാർ പറയാറുണ്ട്, ഉമ്മനെ പാർട്ട്ണറാക്കിയതിന് ശേഷം കച്ചവടം എന്താന്ന് അറിഞ്ഞൂടെ ഭയങ്കര ബർക്കത്താണ്. കാരണം ഉമ്മാക്ക് കച്ചവടം ഒന്നും അറിയില്ല, ഉമ്മാക്ക് കച്ചവടത്തിന്റെ ഒരു കുന്തും അറിയില്ല. പക്ഷെ ഉമ്മാക്ക് ഒന്നറിയാം, മനസ്സുരുകി പ്രാർത്ഥിക്കാൻ അറിയാം. അവരുടെ സ്വന്തം മാതാവിനെ നമ്മൾ പാർട്ട്ണറാക്കണം നമ്മുടെ ബിസിനസ്സിൽ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേച്ചു പോവാൻ, ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. സ്വന്തം പിതാവിനെ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലേക്ക് കടന്നുപോയി, നമുക്ക് 5 വയസ്സായത് ഉപ്പ കണ്ടിട്ടില്ല, 10 വയസ്സായത് ഉപ്പ കണ്ടിട്ടില്ല, ഇടയ്ക്കൊക്കെ എപ്പോഴോ കടന്നു വരും, എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന പാവം പിതാവിനെ കാലങ്ങൾക്ക് ശേഷം അത് കൊടുത്തേക്ക് നമ്മൾ പിന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ. വിവാദം പറഞ്ഞു നിങ്ങൾ വിചാരിക്കല്ലേ, ഇടപെടാൻ വരൂല, കണക്ക് കൂട്ടാൻ വരൂല, പക്ഷേ അവർക്ക് കൊടുക്കണം നമ്മൾ. അത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഇനി യൂട്യൂബിലൂടെ വരുമാന മാർഗം വരുന്നുവെങ്കിൽ വന്നോട്ടെ, പക്ഷെ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ അതിന്റെ ഹലാലും ഹറാമും നോക്കിയിട്ടേ ആ വരുമാനം നമ്മൾ വാങ്ങിക്കാവൂ. എന്തിന്റെങ്കിലും പേരിൽ നമ്മൾ വാങ്ങിക്കരുത്. അതുകൊണ്ട് എന്റെ പെൺകുട്ടികളോട് നമ്മൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യരുത് എന്നതാണ്. ക്യാമ്പസിലേക്ക് പോകുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. എന്റെ പ്രിയപ്പെട്ട ഇവിടത്തെ സംഘങ്ങളെ, പ്രിയപ്പെട്ട ജമാഅത്തിന്റെ, പ്രിയപ്പെട്ട മഹല്ലിന്റെ അംഗങ്ങളെ, നിങ്ങൾ അറിയണം, പെൺകുട്ടികളുടെ ചോദ്യം അതാണ്, അല്ലാഹു ജീവിച്ചിരിപ്പുണ്ടോ. എന്താ കാര്യം എന്നറിയോ? ഈ കാണുന്ന കൊറോണ വന്ന സമയത്ത് ഇവര് സെർച്ച് ചെയ്തപ്പോ രവിചന്ദ്രന്റെ, മറ്റവരുടെ, ഇവരുടേതൊക്കെ വീഡിയോ കണ്ട് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ, ഇത് പറ്റൂ, ഇത് പറ്റൂലേ. ഇനി കാലങ്ങൾ കുറെ കടന്നു പോയാല് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ചെയ്യാൻ പോവാ. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സ്വത്ത് വീതിക്കുക എന്ന് പറയുമ്പോ നിങ്ങളും ഒരു പക്ഷേ എന്തായി മാറും? നിങ്ങൾ ഇത് ശരിയെന്നല്ലേ, ഈക്വൽ ആയിട്ട് തന്നെയല്ലേ വീതിക്കേണ്ടത് എന്നാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്കറിയോ? ഞാൻ ഒരു ഉദാഹരണം പറയാം, എന്താ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. 2 മക്കളെ വിളിച്ചിട്ട് വാപ്പ പറയാണ്, ഇതാ നിങ്ങൾ ദുബായിലേക്ക് പോയിക്കോ, ദുബായിലേക്ക് പോകുമ്പോ മോനെ, നീ ഒരു മോളും ഒരു മോനും കൂടി പോവാൻ. എന്നിട്ട് മോനോട് പറയാണ്, മോനെ നീയാണ് റൂം എടുക്കേണ്ടത്, നീയാണ് പൈസ കൊടുക്കേണ്ടത്, നീയാണ് പിന്നെ ചെലവെടുക്കേണ്ടത്, എല്ലാം നീ എടുക്കേണ്ടത്. അതുകൊണ്ട് നിനക്ക് ഇതാ ഞാൻ 10,000 റിയാല് തരുന്നു, അഥവാ ഏകദേശം 2 ലക്ഷം രൂപ തരുന്നു. ഇതാ മോനെ, മോളെ,
നീ റൂമിന് പൈസ കൊടുക്കണ്ട, നീ വാടക കൊടുക്കണ്ട, നീ തിന്നാനുള്ള ബില്ലൊന്നും കൊടുക്കരുത്. പക്ഷെ നീ എന്താക്കണം, ഇതാ നിനക്ക് ഞാൻ 5000 രൂപ തരുന്നു, നിങ്ങൾ ഏതാ വാങ്ങുക? നിങ്ങൾ പറയും, നിങ്ങൾ ഏതാ വാങ്ങുക? രണ്ടാമത്തത്, കാരണം ഒരു റിസ്ക് ഇല്ലാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദീൻ ഇതേ പറഞ്ഞുള്ളൂ. എല്ലാ ഭാരവും ആണുങ്ങളെ തലയിക്കാണ്ട് വെച്ചെടുത്ത് നിങ്ങൾ നോക്കണം, നിങ്ങൾ ചെലവിന് കൊടുക്കണം, വസ്ത്രങ്ങൾ വാങ്ങണം, പാർപ്പിടങ്ങൾ വാങ്ങണം, എല്ലാ ഉത്തരവാദിത്തം പുരുഷനാണ്ട് വെച്ചെടുത്ത്. എന്നിട്ട് പറഞ്ഞ അയാൾക്ക് എന്താക്കാം, ഇരട്ടിയാക്കാം. കാരണം ഇയാൾക്കും കൂടി ചെലവാക്കേണ്ട ആളാണ്. ഇയാളെ കൈ കൊടുത്തിട്ട് ഒന്നിനും ചെലവാക്കരുത്, നിന്റെ ഡ്രസ്സ് പുതിയാപ്പിള വാങ്ങിത്തരും, നിനക്കുള്ള ഭക്ഷണം അവർ വാങ്ങിത്തരും, ഇതൊന്നും ഈ ചെലവാക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നിനക്ക് നേർ പകുതി എന്നുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യം, ഇവിടെ ഒരിക്കലും ഈക്വാലിറ്റി ഇല്ലാതെയാകുന്നില്ല. നമ്മൾ ആളുകൾ പറഞ്ഞു വഞ്ചിക്കാണ്. രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് സ്വത്ത് വികാസം എന്ന്. എങ്കിൽ ആ നിയമത്തിന്റെ കൂട്ടത്തിൽ വരട്ടെ. ഒരു മാസത്തിൽ അരി വാങ്ങിക്കുമ്പോ 5000 രൂപ നിങ്ങളും കൊടുക്കണം, 5000 പുരുഷനും തരണമെന്ന നിയമം വരുമ്പോ വേണമെങ്കിൽ നമുക്ക് ഈക്വൽ ആക്കാമെന്നതാണ്. ഇവിടെ ആ ഈക്വാലിറ്റി ഇല്ലല്ലോ. നമ്മളെ മലബാറിലെ ദീനുള്ള ആൾക്കാരൊക്കെ വീട് വെക്കുന്നത് ഭാര്യന്റെ പൈസയും കൊണ്ട് വാങ്ങിയിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അബദ്ധം കൂടി. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അവിടെ നമ്മളാ ഇതൊക്കെ ചെയ്യുന്നത്. പുരുഷാധിപത്യമല്ല ഇത്, ഉത്തരവാദിത്തമാണ് ഇത്. പുരുഷാധിപത്യമല്ല. പുരുഷൻ ഏറ്റെടുത്ത ഖബിൽതു നിക്കാഹ എന്ന് പറഞ്ഞ, ഖബിൽതു മിൻക എന്ന് പറയണോ പറയണ്ടേ നിങ്ങൾ തീരുമാനിച്ചോ. എന്റെ ഒരു ഭാഷ, ചെറിയൊരു അറിവ് പ്രകാരം അവിടെ ഒരു കിത്താത്തൊരു മുറിവ് വരുന്നുണ്ട്, അതുകൊണ്ട് മിൻക ഉപയോഗിക്കണ്ട എന്നാണ് എന്റെ ഒരു ചെറിയ പഠനം. ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളിൻ. ഖബിൽതു നിക്കാഹ എന്ന് പറയുന്നതിലൂടെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുക്കൽ ഞങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഈ ഇരട്ടി എന്ന് പറയുന്ന സാധനമുള്ളത്. ഇങ്ങനെ സംശയങ്ങൾ നിരാകരിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഉണ്ടാകണം, ഉലമാക്കളോട് ചോദിക്കണം. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ശക്കില്ലാത്ത അള്ളാഹുലേക്ക് മാത്രം തിരിഞ്ഞ. നിങ്ങളൊരു കാര്യം അറിയോ, UK-യിൽ നിന്ന് നടന്നിട്ടുള്ള ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? മയക്കുമരുന്നിൽ നിന്ന് മാറി നിൽക്കുന്നത് സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ, സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യലിസം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭരണകർത്തങ്ങളെ കൊണ്ടൊന്നുമല്ല. മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത് സ്പിരിച്വാലിറ്റിയാണ് എന്നാണ് UK-യിൽ നടന്ന പഠനം പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ മതമുണ്ടെങ്കിൽ, ദീനുണ്ടെങ്കിൽ അവൻ മയക്കുമരുന്നൊക്കെ വിട്ടു നിൽക്കുന്നുള്ളതാണ്. അതില്ല എങ്കിൽ അതിലേക്ക് എടുത്തു ചാടുമെന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു ധാരണ എന്താണെന്നറിയോ? മതം എന്ന് പറഞ്ഞാൽ നാളെ മരിച്ചു പോയിട്ട് അള്ളാഹു കാത്തു നിൽക്കുന്നു, അങ്ങനെ നരകമെങ്കിൽ നരകം, സ്വർഗമെങ്കിൽ നരകം, നഊദു ബില്ലാഹ്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. അല്ല, ഈ ദുനിയാവിൽ നമുക്ക് സുന്ദരമായി ജീവിക്കേണ്ടതിന്റെ പേരാണ് ഈ ദുനിയാ और आखिरत की कामयाबी। अल्लाह सुब्हानहु व तआला ये दिन में रखी है, सिर्फ ये दिन में रखी है। जअल अल्लाह सुब्हानहु व तआला अन-नजाह वल फलाह लिकुल्लिहिम फि द्दीन, फकद लिकुल्लिहिम फि द्दीन। Almighty Allah subhanahu wa ta'ala puts all the success in this world, Allah so hereafter only in the perfect deen. എല്ലാത്തിന്റെയും മലയാളം ഒന്നാണ്. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം വേണോ, അത് ദീൻ അനുസരിച്ചുള്ള ജീവിതത്തിലൂടെ മാത്രമേ നടക്കൂ. നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് വയസ്സാങ്കാലത്ത് കൈ പിടിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലൂടെ നിങ്ങളെ നടത്തണോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മാമ്മമാരെ, ദീനവന്റെ ഉള്ളിലേക്ക് കയറണം. പ്രശസ്തമായ പള്ളിയിൽ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെ മലബാറിന്റെ എല്ലാ മേഖലയിലുമുള്ള വൃദ്ധസദനങ്ങളിൽ ഞാൻ പോയി നോക്കി. അവിടെയൊന്നും ഒരു മുസ്ലിം വനിതയെയും ഞാൻ കണ്ടില്ല എന്ന് പ്രശസ്തനായ പള്ളിയിലച്ഛനാണ് പ്രസംഗിച്ചത്. നിങ്ങൾ ഓർക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? മുസ്ലിമീങ്ങളെ വൃദ്ധസദനത്തിൽ കാണാത്ത എന്തുകൊണ്ടെന്നറിയോ? ചെറുപ്പത്തിലെ അവൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് റസൂലുള്ളാഹിയുടെ വാക്കിനെ, മാതാവിനെ കരയിപ്പിക്കരുതെന്ന്, അവരെ നോക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയെ അവൻ പഠിച്ചു വെച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് മാത്രമല്ല, 90% നാളത്തേക്കാണ്, 10% ഇവിടെ. ഒരു അമ്മായിമ്മ എന്ന് പറഞ്ഞാല് വെറുതെ നിസ്കരിച്ച് തസ്ബീഹ്മാലയും കൊണ്ട് ഇരിക്കുന്ന ആളുടെ പേരല്ല. ഈ വന്ന മരുമകള് എന്റെ മോളാണ് എന്ന സങ്കല്പം ഉണ്ടാകുമ്പോഴേ നിങ്ങളുടെ ദീന് പൂർത്തിയാകൂ. കാരണം 18 വയസ്സ് വരെ അവിടെ ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് വളർന്നിട്ട് അവര് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരാൻ അനാഥമായൊരു കാലം അമ്മായിമ്മമാർക്ക് പറ്റണം. ഈ മരുക്കൾക്കും പറ്റണം. ഇത് അമ്മായിമ്മ എന്ന് പറഞ്ഞ ആളൊന്ന് ചാരത്ത് ചേർത്തിട്ട് ഇടക്കൊക്കെ നെറ്റിയിൽ ഉമ്മ കൊടുക്കൽ സ്നേഹചുംബനമാണ്, കവളത്തുമ്മ കൊടുക്കൽ ഓമന മുത്തമാണ്. അതൊക്കെ വേറെ വേറെ സാധനങ്ങൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നെറ്റിയിലെങ്കിലും ഒരു ഉമ്മ കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇത് നമ്മുടെ വീട്ടിൽ നടക്കേണ്ടതാണ്. പരസ്പര വാഗ്വാദങ്ങൾ പാടില്ല, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ തർക്കങ്ങൾ പാടില്ല. നമ്മുടെ നാടുകളിലൊക്കെ ഇവിടെ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഇപ്പോഴും ജ്യേഷ്ഠാനുജന്മാർ പ്രശ്നത്തിലാണ്. അസൂയ ഏറ്റവും കൂടുതൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലാണ്. കാരണം ജ്യേഷ്ഠൻ പണ്ട് ഗൾഫിൽ കൊണ്ടായതായിരിക്കും അനുജനെ, ജ്യേഷ്ഠൻ ചിലപ്പോൾ ഡ്രൈവർ പണി തന്നെ ആയിരിക്കും ഇപ്പോഴും ചെയ്യുന്നത്. അനുജൻ ചിലപ്പം വലുതായി വലിയ കൊട്ടാരം പോലെ വീടൊക്കെ കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ ജ്യേഷ്ഠൻ പറയാം, ഞാനാണ് കൊണ്ടായത്, ഓന്റെ ഹുങ്കിപ്പ് എന്താണെന്നറിയോ എന്നൊന്നും പറയാൻ നിൽക്കല്ലേ. ഈ അനിയനും തന്നെ തിരിച്ചൊന്ന് തന്നെ കൊണ്ടുപോയത് എന്റെ
ജ്യേഷ്ഠനാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ ജ്യേഷ്ഠനാണെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടായി. അങ്ങോട്ടിങ്ങോട്ടൊരു പാലിടണം. ഫാമിലി ഗോൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടു പോകലാണ്. ആ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മ മുതൽ തുടങ്ങണം. ഞാൻ ഈ പ്രാവശ്യം ഗൾഫിൽ പോയപ്പോൾ സുഹൃത്തുക്കൾ എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ 4 ചെറുപ്പക്കാർ കയറി. അതിൽ 3 ചെറുപ്പക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ആരൊക്കെ കുടുംബത്തില്? അവന് വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്, പാപ്പുണ്ട്, ഉമ്മണ്ട് എന്ന് പറഞ്ഞു. 3 ആൾക്കാർ അങ്ങനെ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു ഉമ്മണ്ട്, ഉപ്പുണ്ട്, ഭാര്യ മക്കളുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയാള് പറഞ്ഞതാ കറക്റ്റ്. കുടുംബത്തെ പറ്റി പറയുമ്പോൾ ആദ്യം ഉമ്മയിൽ നിന്ന് തുടങ്ങണം, ഭാര്യയിൽ നിന്നല്ല തുടങ്ങണം. അതൊരു അസലിയായ വാക്കാണ്. എന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഉമ്മണ്ട്, അല്ലെങ്കിൽ ഉമ്മയില്ലെങ്കിൽ ആദ്യം ഉമ്മ എന്ന് പറഞ്ഞ് തുടങ്ങണം. ഉമ്മല്ല, ബാപ്പുണ്ട്, ഭാര്യ ഉണ്ട്, മക്കള്. ഇതാണ് അതിന്റെ ക്രോണോളജി. നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞ സായിപ്പന്മാരെ പോലെ കൊണ്ടുപോയി ഭാര്യ മക്കൾ എന്നുള്ളതാക്കി മാറ്റി. ഉമ്മയും ഉപ്പയൊക്കെ എപ്പോഴും പുറത്തന്നെ. മാധ്യമം പത്രത്തിൽ ഒരിക്കലും ഒരു ന്യൂസ് വന്നു, കേരളക്കരയില് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആകെ കേസും കൂട്ടമായി മക്കളെ കൊണ്ടുപോയിട്ട് അമ്മയെ തള്ളുകയാണ്. എങ്ങോട്ടെന്നറിയോ? വൃദ്ധസദനത്തിലേക്ക്. അതിന്റെ വാർത്ത പെട്ടിക്കോളം പോലെ ഇപ്പുറത്ത് UAE നടക്കുന്ന മറ്റൊരു വാർത്ത ഇപ്പുറത്ത് അനിയന് വിധിയായി. അങ്ങനെ കോടതിയിൽ ഇരുന്നിട്ട് കരയുന്ന ജ്യേഷ്ഠന്റെ ഫോട്ടോ കൊടുത്തുകൊണ്ട് ഇപ്പുറത്ത് വാർത്ത. അതായിരിക്കണം നമ്മൾ. ഉമ്മനെ സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടിട്ട് കേസ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. എത്ര വാശിയാന്ന് ആലോചിച്ചേക്കാണ്. ഉമ്മന്റെ കൂടെ ആവണം. അങ്ങനെ നമ്മുടെ ഉമ്മ നമ്മളോടൊപ്പം, ഓരോരുത്തരോടും ഒപ്പം സ്നേഹത്തോടെ കഴിയട്ടെ. പാവപ്പെട്ട കുട്ടികളുണ്ടാകും, നമ്മൾ അവരെ കാണണം. അവരെ പഠിത്തത്തിന്റെ പേരിൽ മാത്രം നിങ്ങൾ പറയല്ലേ സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാൻ. അവരെ ചെറുതായി നിങ്ങൾ കാണല്ലേ. കൊച്ചു കുട്ടികളെ പോലും നമ്മുടെ വീട്ടിൽ സ്നേഹത്തിന്റെ ഒരു വല്ലാത്തൊരു ലാളനയുടെ ഓമനയുടെ ലോകമുണ്ടാകണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം സ്നേഹമായിരിക്കണം, പരസ്പര പ്രണയമായിരിക്കണം. നമ്മുടെ മക്കളെ അദമ്യമായ രീതിയിൽ സ്നേഹിക്കുകയും നല്ല രീതിയിൽ പഠിപ്പിച്ച് വലുതാക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ ഈ മഹല്ലിനോട് പറയുന്നു, ഈ പ്രധാനപ്പെട്ട മഹല്ലിനോട് പറഞ്ഞോട്ടെ, നിങ്ങൾ വർഷാവർഷത്തിൽ ചില പരീക്ഷകൾ എഴുതിപ്പിക്കണമെന്ന് ഞാൻ പറയാം. അതിലൊന്ന് ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ എഴുതിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിപ്പിക്കാം. അവിടെ എങ്ങാനും സീരിഞ്ഞാൽ ഉയർന്ന പഠനങ്ങൾക്ക് വേണ്ടി ഖത്തർ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മെഡിസിൻ പഠിക്കണോ, എഞ്ചിനീയറിംഗ് പഠിക്കണോ, എന്ത് പഠിക്കണം, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അവിടെയുള്ള ഓരോ കുട്ടികളും ഇന്ന് ഉയർന്നുയർന്ന് പോകുന്നത് നമ്മൾ കാണുകയാണ്. നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. കുറച്ച് അറബിക്ക് ബേസ് വേണം. അതിന്റെ പരീക്ഷകൾ എഴുതിപ്പിക്കണം. മഹല്ലുകാർ എഴുതിപ്പിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ എക്സാമിനേഷൻ വരും ഓരോ വർഷത്തിലും. അതിൽ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ടെക്സസും ഒക്കെ ഉണ്ടാകും. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങളെ നാട്ടിൽ നിന്ന് അങ്ങോട്ടൊക്കെ പോകാൻ ആൾക്കാരുണ്ടാവുമെന്ന്. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് കഴിഞ്ഞ വർഷം ഒരു മോൻ പോയത് ഞാൻ എൻ്റെ നിറക്കണ്ണുകളോടെ കണ്ടതാണ്. അതേപോലെ ഞങ്ങളുടെ തിരൂരിന്റെ ഭാഗത്തുനിന്ന് MES സ്കൂളിൽ നിന്ന് പോയത് കണ്ടതാണ്. ഫ്ലൈറ്റിനുള്ള ചാർജ് വരെ അവര് കൊടുത്തിട്ടാ കൊണ്ടുപോവുക. അത് പഴയ കാലത്തെ ഏതെങ്കിലും മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയും ഇക്ബാലിനെയും നെഹ്റുവിനെയും ഇന്ദിരാജിയെയും ഇവരെയും മാത്രം പറഞ്ഞോണ്ട് നമ്മൾ പോകല്ലേ. പകരം നമ്മുടെ കുട്ടികൾക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക്, ഞാൻ നിങ്ങളുടെ നാട്ടുകാരനായ ഷാഹിദിനെ കുറിച്ച് ഒരുപാട് പ്രദേശത്ത് സംസാരിക്കാറുണ്ട്. കാരണം 7 തവണയോളം എഴുതി 7ാമത്തെയോ 8ാമത്തെയോ തവണയാണ് സിവിൽ സർവീസിന്റെ ഉന്നത ഭാഗത്തേക്ക് ഷാഹിദ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കയറിയത്. ആ ഷാഹിദ് വിളിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഡേറ്റ് തന്നതും നിങ്ങൾക്ക്. ഷാഹിദ് സിവിൽ സർവീസുകാരനായത് ഇത്രയും കാലം എഴുതി തപസ്സിരുന്ന് അങ്ങോട്ടായതാണ്. ഇതേപോലെ സിവിൽ സർവീസിന്റെ എക്സാമിനേഷൻ വരുമ്പോ അതിലേക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഓരോ വർഷത്തെയും ഞാൻ പറഞ്ഞേച്ചു പോവല്ല, നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് തുനിയണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എല്ലാ വർഷവും വരും. കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എഴുതിപ്പിച്ചിട്ട് അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളെ എത്തിക്കണം. ഓരോ വർഷവും എത്തത്തിലും SI ടെസ്റ്റുകളുണ്ട്. ഡിഗ്രി കഴിഞ്ഞവർക്ക് SI ടെസ്റ്റ് എഴുതാം. ഫിറ്റ്നസും ഡിഗ്രി സർട്ടിഫിക്കേഷനും ഉണ്ടെങ്കിൽ SI ടെസ്റ്റ് എഴുതാം. എല്ലാ വർഷത്തിലും അതിൻ്റെ വരുന്നുണ്ട്. അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോഴൊക്കെ വരാറുണ്ട്. PSC UPSC ഒക്കെ എഴുതുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഇതേപോലെ തന്നെ ഓരോ മേഖലയിലേക്കും കയറ്റിക്കൊണ്ടുപോകാൻ പറ്റണം. രണ്ടിനും പറ്റുന്ന കുട്ടികളായി നമ്മുടെ മക്കളെ വളർത്തണം. ഞാനൊരു മഹല്ലിൽ പോയി, കൊല്ലത്തെ മഹല്ലാണ്. ആ കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയെ പോലെ കോഴിക്കോട് ജില്ലയെ പോലെ അങ്ങനെ ഉള്ളൊരു ജില്ല ഒന്നും അല്ലല്ലോ. പക്ഷെ മുസ്ലിമീങ്ങൾ കൂടുതലുള്ള ജില്ലയാണ്. ആ കൊല്ലത്തെ ജില്ലയിലെ ആ ഒരു മഹല്ലില് ഓരോ വർഷത്തിലും 1ഉം 2ഉം വീട് വെച്ചു കൊടുക്കാണ്. ആ മഹല്ലേരെല്ലാരും കൂടിയിട്ട്, അഥവാ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ മഹല്ലിൽ വീടില്ലാത്തൊരു മനുഷ്യനും ഉണ്ടാകരുത് എന്നാണ്. അതേപോലെ പെരിന്തൽമണ്ണയിൽ ഒരു മഹല്ലിൽ ഞാൻ 2 മാസം മുമ്പ് എന്റെ മഹല്ലിലെ ഭാരവാഹികളാകുന്ന യുവാക്കളെയും കൊണ്ടൊക്കെ പോയി. അവിടെ പോയപ്പോൾ അത്ഭുതകരമായ കാഴ്ച. എല്ലാ വർഷവും ഞാൻ അവിടെ 2-3 തവണ പോയിട്ടുണ്ട്.
അവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവർ നടപ്പിലാക്കും. എല്ലാ വർഷത്തിലും ഈ പറഞ്ഞ എക്സാമിനേഷൻസ് ഒക്കെ അവിടെ നടക്കുന്നു. SI ടെസ്റ്റുകൾ നടക്കുന്നു, ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങുകൾ നടക്കുന്നു, സ്പോക്കൺ ഇംഗ്ലീഷുകൾ നടക്കുന്നു. പോരാ, PC, UPSC, PSCയിലേക്കുള്ള ടെസ്റ്റുകൾ നടക്കുന്നു. ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ മകൻ കഴിഞ്ഞ ആഴ്ചയാണ് UK-യിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. ഇന്നലെ എനിക്കും ഭാര്യയ്ക്കും അവനെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, മോനെ എത്ര ആൾക്കാരുണ്ടടാ അവിടെ, ഏതൊക്കെ രാജ്യക്കാരുണ്ട് എന്ന് ചോദിച്ചപ്പോ ഞാൻ അവിടെ പോയതാണ്. എന്നാലും ചോദിച്ചപ്പോ പറഞ്ഞു, മലയാളികളായിട്ട് ആരുമില്ല, ഇന്ത്യക്കാരായിട്ടാകെ 10 ആളേ ഉള്ളൂ, ബാക്കി 140 രാജ്യക്കാരുണ്ട് എന്നാണ്. UK എന്ന് പറയുമ്പോ 600 പള്ളികൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ വിട്ടുകൊടുത്ത സ്ഥലം കൂടിയാണ് എന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോ ആരും കേടായിപ്പോ നിങ്ങൾ വിചാരിക്കണ്ട. കേടാകുന്നവരെല്ലായിടത്തും പോയി കേടാകും. പക്ഷേ അല്ലാമ ഇക്ബാൽ അവിടെ പഠിച്ചതാണ്. സർബിരുദം കിട്ടിയിട്ടും ആ യൂറോപ്പിനോടൊപ്പം മാത്രം കാണിച്ചില്ലാണ്, ഒരിക്കലും വേറൊരു കൊലത്തിലേക്ക് മാറിയില്ല എന്നതാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ചു. അവർ നമ്മുടെ നാട്ടിൽ നിന്നും പോകട്ടെ, ഏറ്റവും ടോപ്പ് റേഞ്ചിലെ ഏജൻസികൾക്ക് 18 ലക്ഷം രൂപ കൊടുത്ത പോക്കല്ല ഞാൻ പറയുന്നത്. ടോപ്പ് റേഞ്ചിലുള്ള കോഴ്സുകൾ പഠിക്കാൻ അവർ വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകട്ടെ. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കേണ്ടത് എന്റെ ഈ പ്രിയപ്പെട്ട മഹല്ലിന്റെ നേതൃത്വമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഉമറാക്കളോട്, ഉലമാക്കളോട്, വ്യത്യസ്ത പറ്റിയ ആൾക്കാരുണ്ടാവും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നവരെ കൊണ്ട് JEE എഴുതിപ്പിക്കുക. ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ബോഡി ഇവിടെ ഉണ്ടാകട്ടെ. ഉണ്ടാകുമായിരിക്കാം ഒരു പക്ഷേ. അതോടൊപ്പം ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങള്, ഈ കാണുന്ന ആളുകള് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നതോടൊപ്പം നമ്മളൊന്ന് വെറുതെ പഴയ കാലത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. പട്ടിണിയുടെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ വടകരയുടെ ഈ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഈ കാണുന്ന തിരുവള്ളൂരിന്റെ ഈ പ്രദേശങ്ങളിൽ, ഈ ജുമാ മസ്ജിദിന്റെ പ്രദേശങ്ങളിലൊക്കെ പട്ടിണിയുടെ ഒരു കാലം കടന്നു പോയിട്ടുണ്ട്. ആ പട്ടിണി കാലത്ത് ഒരു നാഴി അരി മെല്ലെ ഇങ്ങനെ ഇടും. ഏതിലേക്ക് എന്നറിയോ? കഴുകുന്ന പാത്രത്തിലേക്ക്. ഒരു നാഴി അരി ഇട്ടിട്ട് വേണം വീട്ടിലെ 12 ആളുകൾ കഞ്ഞി കുടിക്കാൻ. അന്ന് ഒരു നേരത്തെ കഞ്ഞിയേ ഉള്ളൂ. നിങ്ങളുടെ പ്രമാദമായ ആ കാലം നിങ്ങൾ നോക്കൂ. എന്ന് വെച്ചാൽ ഏറ്റവും ഉഗ്രമായ കാലം. പ്രമാദത്തിന് 2 അർത്ഥമുണ്ട്. അതിൽ ആദ്യത്തെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഉഗ്രമായ കാലം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഉമ്മാമ്മമാർ, ഈ ഇരിക്കുന്നവരുടെ ഉമ്മാമ്മമാർ, ആ ഉമ്മാമ്മമാര് അരി ഇങ്ങനെ കഴുകാനിടുമ്പോ കൈയൊന്ന് കാണിക്കും. ആ രംഗം മനസ്സിലൊന്ന് കാണും നിങ്ങൾ. ആ കൈ കാണിക്കണം എന്തിനാണെന്നറിയോ? ആ നാടിയിൽ ഒരു വലിയൊരു ഭാഗം ഈ കൈയിലേക്ക് വരും. ആ കയ്യിൽ ഒതുങ്ങുന്ന സാധനം ഒരു കുടുക്കയിലേക്ക് മാറ്റും. അതിന് ഒരു പിടി അരിയെന്നാ പറയാ. ഇത് എന്തിനാന്നറിയോ? എന്റെ മദ്രസ, എന്റെ മക്കളെ കഞ്ഞി കുടിക്കുമ്പോഴും എന്റെ പള്ളി എന്നും എന്റെ മദ്രസ എന്നും ആലോചിച്ച് പട്ടിണിയുടെ കാലത്ത് പോലും നമ്മുടെ ഉമ്മാമ്മമാർ അങ്ങനെ ചെയ്തതിന്റെ പേരിലാണ് നിങ്ങളുടെ ജുമാ മസ്ജിദും മഹല്ലൊരു കാര്യം ആവശ്യപ്പെടുമ്പോ വികാരത്തോടു കൂടി ഞാൻ പറഞ്ഞോട്ടെ, മഹല്ലിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മഹല്ലിന്റെ നടത്തണം. കാരണം അന്തരീക്ഷം നിലനിർത്തുന്നത് മഹല്ലാണ്. ഇവിടെ വ്യത്യസ്ത ജാതിക്കാർ, വ്യത്യസ്ത മതക്കാർ എല്ലാവരെയും സ്നേഹത്തോടെ കൊണ്ടുപോയി വർഗീയതയില്ലാത്തൊരു ലോകത്തെ തീർക്കുന്നത് മഹല്ലാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീർത്തുന്നത് മഹല്ലാണ്. ഇവിടെ വേണമെങ്കിൽ വർഗീയ കലാപങ്ങളൊക്കെ വരാതിരിക്കാം. അപ്പോഴൊക്കെ അതിനെ അമർച്ച ചെയ്യാൻ മഹല്ലുകാലിമാരും മഹല്ലുകാരുമാണ് ഒരുമിക്കുക. ഉണ്ടാകരുത് അങ്ങനെ വർഗീയപരമായി ഇവിടെ ഒന്നും ഉണ്ടാകരുതെന്ന് ആദ്യം വിളിച്ചു പറയുന്നത് മഹല്ലിന്റെ അംഗങ്ങളായിരിക്കും. മഹല്ലിലെ ഉമറാക്കളും അവിടുത്തെ ഉലമാക്കളുമായിരിക്കും. അതിന് നേതൃത്വം നടക്കുന്ന രാഷ്ട്രീയ പ്രാതിനിധ്യവുമായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തൊരു കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ടാലും അതിന് പുറംതിരിഞ്ഞ് നിൽക്കരുതേ. നാളെ നമ്മുടെ മയ്യത്ത് കട്ടില് കൊണ്ടുപോയി വെക്കും ഈ പള്ളിക്കാട്ടില്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പള്ളി കണ്ടു, ഖബർസ്ഥാനിലെ നിങ്ങളുടെ പള്ളി, ഇവിടുത്തെ ജുമാ മസ്ജിദ്, നിങ്ങളുടെ ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും ഉപ്പമാരും ഉമ്മമാരും കടന്നിറങ്ങുന്ന പള്ളിയിൽ അതിന്റെ ഒരു ഓരത്ത് ഒരിക്കൽ നമ്മുടെ മയ്യത്തും അമർത്തുന്ന ഒരു സമയം വരും. അമർത്തുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോ മൺതരികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടുത്തെ ഓരോ അന്തരീക്ഷവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സമ്പത്ത് കൊണ്ട് വളർന്നിട്ടുള്ള ഈ മഹല്ലിന്റെ തണലായി നിൽക്കുന്ന കെട്ടിടമേതോ ആ കെട്ടിടത്തിന്റെ ഓരോ ചുമരുകളും ഞാൻ സിംബോളിക്കായിട്ട് പറയാണ്, അല്ലാതെ കല്ലുകൾ പ്രാർത്ഥിക്കുന്നു എന്നതല്ല. ആ കല്ലുകളും വിളിച്ചു പറയണം, ഇത് അവളുടേതാണ്. അതുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാം, നമുക്ക് നല്ല ജോലികൾ ചെയ്യാം. നമ്മുടെ സമ്പത്ത് നമ്മൾ ഉപയോഗിച്ചതെല്ലാം നമുക്കുള്ളതാണ്. ബാക്കിയാക്കി നമുക്ക് പോകാൻ പറ്റണം. ഇങ്ങനെ കടന്നു പോകുമ്പോ, മയ്യത്ത് കട്ടില് കൊണ്ടുപോകുമ്പോ ഓരോ മണൽത്തരികളും വിളിച്ചു പറയണം, നിങ്ങൾക്ക് കാലശേഷവും ഈ മഹല്ല് നിലനിൽക്കും. ഇൽമിയായ ഉയർച്ചയും അതോടൊപ്പം നല്ല രീതിയിൽ ആളുകളെ കൊണ്ടു നടക്കാനുള്ള നേതൃത്വ പാഠവും അതോടൊപ്പം അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാനുള്ള ആ പാഠവും നമുക്കുണ്ടാക്കട്ടെ. നമ്മുടെ മക്കളെ മുഴുവനും നല്ല രീതിയിൽ അല്ലാഹു കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ആഗ്രഹിക്കുന്നു. വീട്ടിൽ സ്നേഹത്തോടു കൂടി ആലിംഗനത്തോടെ ജീവിക്കാൻ പറ്റണം. ഒരു രീതിയിലുള്ള മത്സരങ്ങളോ പരസ്പരം അങ്ങോട്ടുള്ള വിദ്വേഷങ്ങളോ സാമ്പത്തികപരമായ അസൂയകളോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം യാ അല്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم إنا نسألك الهدى والتقى والعفاف يا رب العالمين اللهم اهدنا واهد بنا واهد الناس جميعا يا أرحم الراحمين اللهم يسر عسيرنا وسهل أمورنا مع الراحة في قلوبنا وأبداننا يا أرحم الراحمين اللهم أنت ربنا وأنت ولينا في الدنيا والآخرة عليك توكلنا وإليك أنبنا وإليك المصير اللهم ربنا رب ارحمهما كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أنت ربنا وأنت ولينا يا رحيم يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين يا راحم المساكين يا راحم المساكين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته.